Praise the name of the Lord. Hallelujah. കർത്താവായ യേശുവിന്റെ നാമത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. Brothers who have come from North India, I don't know how we will translate it into Hindi, but I hope you understand English. Otherwise, praise God, praise God. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന സഹോദരന്മാർക്ക് ഹിന്ദിയിൽ പരിഭാഷപ്പെടുത്താൻ എനിക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. Okay. This morning, we will continue with our meditations from 1 Corinthians. ഇന്ന് പ്രഭാതത്തിലും 1 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നുള്ള നമ്മുടെ ധ്യാന ചിന്തകളെ നമ്മൾ തുടരുകയാണ്. We are going to open a very difficult passage. It appears to be easy, but connecting the thoughts and making a system out of it is a very difficult, it's a major challenge. ഇന്ന് പകല് വളരെ കാഠിന്യമേറിയ ഒരു വിഷയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്ര കാഠിന്യമല്ല എങ്കിലും രണ്ടുപേർ തമ്മിലുള്ള വിവാഹ ബന്ധത്തെ സംബന്ധിച്ചുള്ള ആഴമായ ആത്മീക വെളിപ്പാടുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതെങ്ങനെ തമ്മിൽ ബന്ധിപ്പിക്കാം എന്നുള്ളതാണ് കാഠിന്യമേറിയ വിഷയം. So please keep your Bibles open at 1 Corinthians chapter 7. ദയവായി നിങ്ങളുടെ വേദപുസ്തകങ്ങളെ തുറന്ന് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കുക. We have 40 verses and sometimes it appears the paragraphs are disjointed, but we'll see how they can we can look for some coherence there. ഈ അധ്യായത്തിൽ 40 വാക്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ മുൻപിലുള്ള ഖണ്ഡികയും അതിൻ്റെ താഴെയുള്ള ഖണ്ഡികയും തമ്മിൽ ശരിക്കൊരു ബന്ധമില്ലാത്തതുപോലെ തോന്നും. എങ്കിലും നമുക്ക് അതിനെ എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് പരിശോധിക്കാം. Beginning in chapter 7, Paul is answering questions. 7-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. Chapters 1 to 6 he is actually addressing some problems about which some reliable sources informed him. ആദ്യത്തെ 6 അധ്യായങ്ങൾ തനിക്ക് ലഭിച്ചതായ വിശ്വസനീയമായ ചില വിവരങ്ങളിൽ നിന്ന് ആ സഭ നേരിടുന്ന ആധികാരികമായ പ്രശ്നങ്ങളെ അദ്ദേഹം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. The question about parties and cliques definitely was brought to him by a household called Chloe. ആ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ പാർട്ടികൾ, അവരുടെ വഴക്കുകൾ, മറ്റ് പല പ്രശ്നങ്ങളും ഒരു കൂട്ടായ്മ എന്നതിനകത്തുനിന്നുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. There is a lady by name Chloe and her family people informed Paul about the party spirits in the church. ഈ ക്ലോവായിൽ നിന്നുള്ള അറിവ് അവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞു എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം എഴുതാൻ പൗലോസിന് പ്രേരകമാകുന്നത്. And the issues in chapters 5 to 6, did they bring or did the other visitors bring? We're not too very sure. 5-6 അധ്യായങ്ങളിലുള്ള കാര്യങ്ങൾ അവർ തന്നെയാണോ വിവരങ്ങൾ കൈമാറിയത്, മറ്റാരെങ്കിലും ആണോ അതിൻ്റെ വിവരങ്ങൾ കൈമാറിയത് നമുക്ക് ഉറപ്പില്ല. You know, Paul then has the visitors have brought to Paul some questions sent by the church. സഭയിൽ നിന്നുണ്ടായ ചില ചോദ്യങ്ങളെ അദ്ദേഹത്തെ സന്ദർശിച്ച ആളുകൾ പൗലോസിനോട് ചോദിക്കുകയാണ്. They have asked him questions. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. And those questions are answered in chapters 7 to 16. 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ തന്നോട് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. In chapter 7, Paul addresses one set of questions concerning marriage, singleness, divorce, remarriage, etc., etc. 7-ാം അധ്യായത്തിൽ വിവാഹത്തെ സംബന്ധിച്ച് സ്ത്രീ വിവാഹം കഴിക്കാമോ, വിവാഹം കഴിച്ചാൽ വിവാഹം മോചനം നടന്നാൽ എന്ത് ചെയ്യണം, പുനർവിവാഹം ചെയ്യാമോ, ഏകനായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കാമോ എന്നുള്ള ചോദ്യങ്ങളുടെ മറുപടിയാണ് ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. In chapters 8 to 10 there is another issue. 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ മറ്റൊരു പ്രശ്നം കൈകാര്യം ചെയ്യുകയാണ്. What about food offered to idols? വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ആഹാര സംബന്ധമായ വിഷയങ്ങൾ. We will consider that tonight. ഇന്ന് രാത്രി നമ്മൾ ആ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കും. No, if I eat prasadam, am I worshipping the idol or the temple from where the prasadam is brought? ഈ പ്രസാദം കഴിച്ചാൽ ഞാൻ ആ വിഗ്രഹത്തെ ആരാധിക്കുകയാണോ? കാരണം അത് വരുന്നത് ക്ഷേത്രത്തിൽ നിന്നുമാണല്ലോ. So that kind of issues they were facing, and the answers we find in chapters 8 to 10. 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ അവർ നേരിട്ട ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഉത്തരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. In chapter 11,
Paul is addressing issues of decorum in public worship. 8 ശേഷമുള്ള 10 മുതലുള്ള അധ്യായങ്ങളിൽ ഈ പൊതുസമൂഹത്തിലുള്ള പെരുമാറ്റ ചട്ടങ്ങളും രീതികളുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. Please forgive me, I am not going to make any statement, but as I look at our sisters here, ഞാൻ ഒരു സഹോദരിമാരെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, don't misunderstand me. എന്നെ തെറ്റിദ്ധരിക്കരുത്. I am going to make a statement, but I hope you will not beat me after this. ഞാനൊരു പ്രസ്താവന പറയാൻ പോവുകയാണ്. ഇതിന് ശേഷം നിങ്ങൾ എന്നെ ആരും ഉപദ്രവിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Some of our sisters here have a head covering. നമ്മുടെ ഇവിടെയുള്ള ചില സഹോദരിമാർക്ക് തല മൂടിയിട്ടുണ്ട്. But others don't have that. മറ്റു ചിലർക്ക് ആ തല മൂടിയില്ല. So something like this was there in the Corinthian church. ഇതുപോലെ ചില വിഷയങ്ങൾ കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു. So how do you address this? ഈ വിഷയങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? I thank God Pastor Abi told me to speak on yesterday and today, and I don't have time to get into those matters. ഇന്നലെയും ഒക്കെ ഇത് കാര്യങ്ങളെ സംസാരിക്കാൻ പറഞ്ഞു എങ്കിൽ My time was on Monday and Tuesday, and so I don't have time to go into chapter beyond chapter 8 or 11, so I praise God for that. തിങ്കളും ചൊവ്വയും കൊണ്ട് സമയം അവസാനിക്കുന്നത് കൊണ്ട് അതിനപ്പുറത്തോട്ടുള്ള ചാപ്റ്റേഴ്സിലോട്ടും വിഷയങ്ങളിലോട്ടും പോകാനും എനിക്ക് സമയമില്ല. But God willing, another time we will look at it. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ മറ്റൊരിക്കൽ നമുക്ക് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാം. And so they had issues about women and can women speak or prophesy, and what is in order, etc. അതുപോലെ തന്നെ സ്ത്രീകൾ പ്രവചിക്കാമോ, സ്ത്രീകൾ ശുശ്രൂഷിക്കാമോ, പബ്ലിക്കായിട്ട് സ്ത്രീകൾക്ക് സഭയിൽ സംസാരിക്കാൻ കഴിയുമോ, ഇങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ അവർ നേരിടുകയായിരുന്നു. And then they were utterly confused about the value and the practice of the gifts of the Holy Spirit. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചും അവർക്ക് വളരെ ആഴമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. Chapters 12, 13 and 14 focus on that. 12, 13 അധ്യായങ്ങൾ ആ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. 12, 13 to 14. 12, 13, 14 അധ്യായങ്ങൾ. So if you look at chapters 11 to 14, Paul is basically advising them how should the Exodus people worship God. 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ പുറപ്പാടിന്റെ ജനം എങ്ങനെ കർത്താവിനെ ആരാധിക്കണം എന്നുള്ളതാണ് കാണുന്നത്. In 8 to 10 how they should not worship, and 11 to 14 how they should worship God. 8 മുതൽ 10 വരെ എങ്ങനെ കർത്താവിനെ സേവിക്കാൻ പാടില്ല എന്നുള്ളതും എങ്ങനെ ആരാധിക്കാൻ പാടില്ലെന്നുള്ളതും 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കേണ്ടത് എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത്. And they had deep issues about bodily resurrection. ശാരീരിക ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. That is what is addressed in chapter 15. അതിനെയാണ് 15-ാം അധ്യായത്തിൽ പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. And other practical issues like collections for the saints in Jerusalem, etc. അതുപോലെ തന്നെ ചില പ്രായോഗിക വിഷയങ്ങൾ ഉണ്ടായിരുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പണശേഖരണം നടത്തുന്നതിനെ സംബന്ധിച്ച്. So in chapters 7 to 16 it's basically question and answer session. അതുകൊണ്ട് 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ അടിസ്ഥാനപരമായി ചോദ്യോത്തര സമയമാണ്. It's good for a church to have some time of questions and answers. സഭയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നല്ല കാര്യമാണ്. In camps and conferences we have this Q&A. ചില കോൺഫറൻസുകളിൽ Q&A സെഷൻസ് ഉണ്ടാവുമല്ലോ. In a teens camp or youth camp we have a Q&A session. യൂത്ത് ക്യാമ്പുകളിൽ അതുപോലെ ടീൻസ് ക്യാമ്പുകളിലൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ടാകും. But it's good for a church also to have Q&A sessions because this letter is more than half of it is Q&A. അതുപോലെ തന്നെ സഭയ്ക്കകത്തും ഒരു ചോദ്യോത്തര വേള ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. But I'm sure in your pastors' meetings you address some of these Q&A sessions. You have Q&A sessions. ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർമാരുടെ കോൺഫറൻസിനകത്ത് അങ്ങനെയുള്ള ചോദ്യോത്തര സമയങ്ങൾ ഉണ്ടാകുമെന്ന്. So today we will address the questions which the Corinthians asked Paul concerning marriage and singleness.
ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിനോട് കൊരിന്ത്യ സഭ ചോദിച്ച വിവാഹത്തെ സംബന്ധിച്ചും വിവാഹം കഴിക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. I have taken a preacher's freedom to slightly rearrange the topics here so that I can progress in a certain way. ഒരു പ്രസംഗകന്റെ സ്വാതന്ത്ര്യം അവകാശം ഞാൻ അങ്ങ് എടുക്കുകയാണ്. അതുകൊണ്ട് നേരത്തെ കൊണ്ടുവന്ന ആ ഒരു ഷെഡ്യൂളിൽ നിന്ന് ചില റീഅറേഞ്ചുകൾ പുനഃക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകും. So in chapter 7 I am not going from 1 to 40 in a sequential way. I will be topically arranging them and pooling thoughts. 7 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ ശരിക്കും ആ ഓർഡർ അനുസരിച്ച് ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് പോകാതെ ടോപ്പിക്കൽ ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് In ആഗ്രഹിക്കുന്നത്. chapter 7 verses 1 to 6, 7 അധ്യായം 1 to 7, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ Paul addresses a big question they had. അവർക്കുണ്ടായിരുന്ന ഒരു വലിയ ചോദ്യത്തെ പൗലോസ് അഭിസംബോധന ചെയ്യുകയാണ്. If you look at chapter 5 and chapter 6, you know some of them had no boundaries about sexual relationships. 5-6 അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ചിലർക്ക് ലൈംഗിക കാര്യങ്ങളോടുള്ള യാതൊരു പരിമിതികളുമില്ലാതെ പരിമിതിക്ക് അപ്പുറത്തുള്ള ലൈംഗിക പാപങ്ങൾ അവർ ചെയ്യുന്നത് കാണാൻ കഴിയും. They know they were like wild horses. They need to be tamed. And that happens in chapters 5 and 6. 5-6 അധ്യായങ്ങളിൽ അവർ ചിലർ കാട്ടുകുതിരകളെ പോലെയായിരുന്നു. അവർക്ക് മെരുക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. But in chapter 7, എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ he hears questions from another set of the congregation. ആ സഭയ്ക്കകത്തുള്ള മറ്റൊരു കൂട്ടരുടെ ചോദ്യങ്ങളാണ് അദ്ദേഹം നേരിടുന്നത്. In chapters 5 and 6, they were the extremely liberated people who did not want any controls in their life. 5-6 അധ്യായങ്ങളിൽ തങ്ങളുടെ ജീവിതത്തിൽ യാതൊരു നിയന്ത്രണങ്ങളും ആഗ്രഹിക്കാത്ത സമ്പൂർണ്ണ അഴിച്ചുവിട്ടവരെ പോലെ ഉള്ളൊരു ജനത്തിന്റെ വിഷയമാണ് അവർ നേരിടുന്നത്. In chapter 7, there is another group, another voice in the church which says, actually, if you are a liberated Christian, and if you truly listen to Paul and his way of life, then it is better for a man not to touch a woman. എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയിലെ മറ്റൊരു കൂട്ടം ആളുകൾ പറയുകയാണ്, നിങ്ങൾ വാസ്തവമായി ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവജനമാണെങ്കിൽ പൗലോസിനെ പോലെ സ്ത്രീയെ തൊടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വാദിക്കുന്ന ഒരു സമൂഹം. You know, actually the word to touch a woman is a polished way, euphemism to say not to have sexual relationship with us within marriage. സ്ത്രീയെ തൊടാതിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു മിനുസപ്പെടുത്തിയ വാക്കാണ്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ ആഴം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. You know, there was a very celebrated Kerala Christian leader. I want to name him, but I respect him. ഞാൻ കേരളത്തിലൊരു വളരെ ബഹുമാന്യനായ ആത്മീയ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒത്തിരി അദ്ദേഹത്തെ I won't name him, but I have great respect for him. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്നു. In these days of clerical misbehavior, he should be canonized and people should follow his ways. In these days of pastoral misbehavior, ഈ കാലഘട്ടത്തിലെ പാസ്റ്റർമാരുടെ ഈ സ്വഭാവ വിരുദ്ധ പ്രവർത്തികൾ, we should have great respect for him. നമുക്ക് അവരോട് വലിയ ബഹുമാനം നമുക്ക് സൂക്ഷിക്കണം. He was a monk. That much I will say. He was a monk, a celibate priest. അദ്ദേഹം ഒരു യോഗിയാണ്, ഒരു സന്യാസി വര്യനാണ്. Whenever he visited parishes, പാരീഷുകൾ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ he wouldn't stay in a home. He will only stay in the church. അദ്ദേഹം ഒരു വീട്ടിൽ താമസിക്കുകയില്ല, അദ്ദേഹം ചർച്ചിലേ താമസിക്കത്തുള്ളൂ. And if the pastor's wife brought him tea, he will not receive it from her. He will say, leave it on the table. അവിടെ പാസ്റ്റർ ഭാര്യ അദ്ദേഹത്തിന് ചായ കൊടുക്കുമെങ്കിൽ അദ്ദേഹം കൈകൊണ്ട് അത് വാങ്ങത്തില്ല, ടേബിളിൽ വെക്കാൻ പറയും. Because it is better for a man not to touch a woman. If accidentally he touches the kochama's hand or fingers while the saucer is passed,
That is the kind of discipline that some people were promoting. അദ്ദേഹം ആ ചായ വാങ്ങാതിരിക്കുന്നതിൻ്റെ കാരണം സ്ത്രീയെ തൊടാതിരിക്കുന്ന നല്ലത് എന്നതുകൊണ്ട് അബദ്ധവശാലെങ്ങാനും ആ ചായ വാങ്ങുമ്പോൾ വിരലിലെങ്ങാനും സ്പർശിക്കപ്പെട്ടാലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് കൈകൊണ്ട് വാങ്ങാതെ ആ മേശയിലേക്ക് വെക്കാൻ പറയുന്നത്. No, he quotes this Corinthian slogan. അദ്ദേഹം ഈ കൊരിന്ത്യയിലുള്ള ആ ഉദ്ധരണിയെ എടുത്ത് പറയും. But in his answer, Paul says, we have to be careful about the way we interpret this. എന്നാൽ പൗലോസിന്റെ ഉത്തരവുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഈ കാര്യത്തെ, ഈ പ്രസ്താവനയെ വ്യാഖ്യാനിക്കുന്നത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. Paul says, look at your own setting. പൗലോസ് നിങ്ങളുടെ ആ ഘടനയെ നോക്ക്. Look at the situations we have addressed in chapter 5 and chapter 6. 5-6 അധ്യായങ്ങളിൽ നമ്മൾ കൈകാര്യം ചെയ്ത ആ വിഷയങ്ങളെ, ആ സാഹചര്യങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചേ. We have been looking at uncontrolled behavior even among those who worship in your church. നിങ്ങളുടെ സഭയിൽ ആരാധിക്കുന്ന ആളുകൾക്കിടയിൽ ഉള്ളവരിൽ തന്നെ അനിയന്ത്രിതമായ ലൈംഗിക താല്പര്യങ്ങളും പ്രവൃത്തികളുമുള്ള ആളുകളുടെ കാര്യമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. In such a sexually agitated environment, it is good for us to have built-in brakes. അങ്ങനെ അത്രയധികം അനിയന്ത്രിതമായ ലൈംഗിക ഉത്തേജനകരമായ പ്രവൃത്തികളുള്ള ആളുകളുടെ മധ്യത്തിൽ ആ കാര്യങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ളതാണ് നമ്മൾ അവിടെ കൈകാര്യം ചെയ്തത്. In this very volatile, agitated setting, it's good for human beings to have controls, and marriage therefore is a way to control illegal, uncontrolled sexual behavior. അങ്ങനെ അനിയന്ത്രിതമായ ലൈംഗിക താല്പര്യങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം തൻ്റെ പെരുമാറ്റങ്ങൾ, ആ കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടതിന് വിവാഹമെന്ന ആ ഉടമ്പടിക്കകത്തേക്ക്, ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് വന്ന് തന്നെത്താൻ നിയന്ത്രിതനാകുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പഠിപ്പിക്കും. But when he says that, എന്നാൽ അദ്ദേഹം അത് പറയുമ്പോൾ there is an extreme degree of elevation of women in the first century. ആ 1-ാം നൂറ്റാണ്ടിൽ വളരെ ഗുരുതരമായ, ഏറ്റവും ഗുരുതരമായ നിലയിലുള്ള സ്ത്രീകളെ അങ്ങനെ ഉയർത്തി കാണിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. In the sections that follow, Paul underlines male and female mutuality in marriage. വിവാഹത്തിൽ, അതിൻ്റെ താഴോട്ടുള്ള കാര്യങ്ങളിൽ വിവാഹത്തിൽ സ്ത്രീക്കും പുരുഷനുമുള്ള സമഭാവനമായ ആ നിലപാടുകളെ കുറിച്ച് അദ്ദേഹം കൈകാര്യം ചെയ്യുക. In verses 2 and 3, 2-3 വാക്യങ്ങളിൽ, in a marriage relationship, ഒരു വിവാഹ ബന്ധത്തിനകത്ത് there is a mutual responsibility. Women have a responsibility to their spouse, men, husbands have a responsibility to their spouses. Fulfill this mutual responsibility. ഇപ്പോൾ വിവാഹം കഴിക്കപ്പെടുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കേണ്ട ആവശ്യകതകളെക്കുറിച്ചും ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പരസ്പര ധാരണയോടെ ഒരു മനസ്സോടെ ചെയ്യേണ്ടതുമായ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം 2-3 വാക്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത്. So if sexual behavior outside marriage is it does not belong to the kingdom of God, Paul says, those who are in the kingdom of God, and when they practice sexual relationship, if it is between the husband and wife, that is beautiful, that is a gift of God, that is kingdom behavior. ദൈവരാജ്യത്തെ സംബന്ധിച്ച് വിവാഹ ഇതര ബന്ധങ്ങൾ ദൈവരാജ്യത്തിന് അനുയോജ്യമല്ലാതിരിക്കുമ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ ദൈവരാജ്യത്തിനകത്ത് മനോഹരവും അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടതുമാണെന്ന് അദ്ദേഹം അവിടെ പ്രസ്താവിക്കുകയാണ്. And then he makes a much more radical statement. എന്നാൽ കുറച്ചുകൂടെ സമൂലമായ ആഘാതം ഉണ്ടാക്കുന്നൊരു പ്രസ്താവന അദ്ദേഹം അടുത്ത് പറയുകയാണ്. Marriage is an exchange of ownership on the rights of your body. നിങ്ങളുടെ ശരീരത്തിന്മേലുള്ള അവകാശങ്ങളുടെ ഉടമസ്ഥതയെ കൈമാറ്റം ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം. The husband gives the rights on his body or of his body to his wife, just as the wife exchanges
the rights of her body to her husband. ഭർത്താവ് തൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള ഉടമസ്ഥതയെ ഭാര്യയ്ക്കും ഭാര്യയുടെ ശരീരത്തിന്മേലുള്ള ഉടമസ്ഥത ഭാര്യ ഭർത്താവിനും കൈമാറുന്ന ഒരു അവസ്ഥയാണ് വിവാഹ ഉടമ്പടി. Therefore, this mutuality, mutual ownership, mutual responsibility, if exercised in the covenant of marriage, is kingdom behavior. അതുകൊണ്ട് പരസ്പര ഉത്തരവാദിത്തങ്ങൾ, പരസ്പര വിധേയത്വങ്ങൾ വിവാഹത്തിനകത്ത് അനുവർത്തിക്കപ്പെടുന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു തത്വമാണ്. He will say later on, marriage is not a sin. അതിനുശേഷം അദ്ദേഹം പറയുകയാണ് വിവാഹം ഒരു പാപമല്ല. And we will see that later. നമുക്കതിനെ പിന്നീട് കാണാം. And what he is addressing now is marital conjugal rights exercised within marriage is kingdom behavior. It is neat, it is clean, and it's legitimate. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വിവാഹ ഉടമ്പടിക്കകത്ത്, വിവാഹ ബന്ധത്തിനകത്തുള്ള ആ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം, ശാരീരിക ഉടമ്പടികൾ, വിധേയത്വങ്ങൾ, ഉടമസ്ഥാവകാശങ്ങളുടെ കൈമാറ്റങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ തത്വത്തിന് അധിഷ്ഠിതമായതും ദൈവരാജ്യത്തിൻ്റെ മനോഹരമായ സ്വഭാവ പ്രാവർത്തിക രൂപീകരണവുമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. However, this is not a license for use of force or forcing someone against their will, maybe mental situation, physical situation. It's not the context for a license for rape or forced sexual behavior. എന്നിരുന്നാലും വിവാഹ ബന്ധത്തിനകത്ത് ഉടമസ്ഥത അവകാശം ഉണ്ടെങ്കിൽ പോലും മറ്റൊരാളെ അവരുടെ മാനസികവും ശാരീരികവുമായ സാഹചര്യങ്ങൾക്കും സമ്മതങ്ങൾക്കും അപ്പുറം ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുവാനോ എൻ്റെ അഭീഷ്ടങ്ങൾക്ക് അവരെ ബലം പ്രയോഗിച്ച് വശംവദനാക്കാനോ ബലം പ്രയോഗിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു സാഹചര്യവും അതിനകത്തുണ്ട്. I hope married people understand the difficulty with which I am talking to this mixed crowd. ഞാനിപ്പോൾ ഇവിടെ മിശ്രിതമായൊരു കൂട്ടമാണ് ഉള്ളത്. ഞാനിപ്പോൾ കൈകാര്യം പറഞ്ഞ ഈ കാര്യങ്ങൾ വിവാഹിതരായവർക്ക് നന്നായി മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. You know, there are seasons in life when a woman who recognizes the legitimacy of sexual relationship in marriage is unable to participate in it with joy because of her mental or physical situations. നമുക്കറിയാം ചില സ്ത്രീകളുടെ ശാരീരികമായ ഘടനയനുസരിച്ചും അതിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വിവാഹ ബന്ധത്തിനകത്ത് ലൈംഗികമായ വിധേയത്വത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഭർത്താവിന് ഉണ്ടെങ്കിൽ തന്നെയും തൻ്റെ ശാരീരിക അവസ്ഥകളുടെ ബന്ധത്തിൽ ചില സീസണുകളിൽ, ചില കാലഘട്ടങ്ങളിൽ ആ സന്തോഷത്തിനകത്ത്, ആ ആനന്ദത്തിനകത്ത് പങ്കുചേരാൻ കഴിയാത്ത അവസ്ഥയും അവർക്കുണ്ട്. Same with men also. പുരുഷന്മാർക്കും അങ്ങനെ തന്നെ. We have challenges. നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാകാം. There are stresses in life. നമ്മുടെ ജീവിതത്തിനകത്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. So we are unable to perform our husbandly duties due to certain periods of time. ചില കാലഘട്ടങ്ങളിൽ ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട്. Marital peace is recognizing these seasons in life and cooperating with one another respectfully. വിവാഹ ബന്ധത്തിനകത്തുള്ള സമാധാനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളെയും സമയങ്ങളെയും പരസ്പരം തിരിച്ചറിഞ്ഞ് അതിനെ ബഹുമാന പുരസ്സരം കൈകാര്യം ചെയ്യുന്നതിലാണ്. I hope nobody will go now after these sessions and pull it out as a sword and threaten their partner. What does Paul say? Your body doesn't belong to you. It belongs to me and I can use it whenever I want it. ഞാൻ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു, ഈ സെഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നിങ്ങളുടെ പങ്കാളിയോട് ഈ പ്രസംഗത്തെ ഒരു വാള് പോലെ എടുത്തിട്ട് പൗലോസ് എന്ത് പറയുന്നത് കണ്ടോ, നിന്റെ ശരീരത്തിന്മേൽ നിനക്കല്ല, എനിക്കാണ് അവകാശം എന്ന് പറഞ്ഞ് വാദിക്കാൻ പോകുന്നില്ല എന്ന്. There is joy in consensus within marriage. ആ വിവാഹത്തിനകത്തുള്ള ബന്ധങ്ങൾക്കകത്ത്, സമ്മതങ്ങൾക്കകത്ത്, വിധേയത്വങ്ങൾക്കകത്ത് ആനന്ദമുണ്ട്. But then another side is there is freedom for abstinence within marriage. എന്നാൽ അപ്പോൾ തന്നെ വിവാഹത്തിനകത്ത് തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. And that in our times we call it as fasting.
നമ്മുടെ ഭാഷയിൽ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കതിനെ ഉപവാസം എന്ന് വിളിക്കാം. You know, several of you are fasting and praying these days. കാരണം ഈ ദിവസങ്ങളിൽ ഭൂരിഭാഗം പേരും ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. And those of you who I met last time I came, and when I see you today, by looking at your face, I know that you are severely fasting. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കണ്ട പലരെയും ഈ പ്രാവശ്യം കണ്ടപ്പോൾ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു നിങ്ങൾ തീവ്രമായ ഒരു ഉപവാസത്തിലൂടെ കടന്നു പോവുകയാണെന്ന്. You know, some time back one of my daughters called me and said, "Appa, I am going to practice the Lent, you know, the Valiya Noyember, the Lent this time." And I asked her, "What are you going to give up this time?" ഞാൻ എൻ്റെ മകൾ കഴിഞ്ഞ ചില ദിവസം ഒരിക്കൽ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നോമ്പ് ആചരിക്കാൻ പോവുകയാണ്, വലിയ നോമ്പ് ആചരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കാലഘട്ടങ്ങളിൽ ഈ നോമ്പിൻ്റെ കാലത്തിൽ നീ എന്തിനെയാണ് വർജിക്കാൻ പോകുന്നത്? She gave me a list. പുള്ളിക്കാരി എനിക്കൊരു പട്ടിക തന്നു. But then what really interested me was this. അത് വളരെയധികം എനിക്ക് രസകരമായി തോന്നി. Said, "Dad, 50 days no social media." ഡാഡി 15 ദിവസം. No. 50 days. 50 ദിവസം സമൂഹ മാധ്യമങ്ങളില്ല. And I thought that was for her generation a serious fasting. ആ തൻ്റെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവതരമായ ഒരു ഉപവാസമാണെന്ന് ഞാൻ മനസ്സിലാക്കി. I don't know what you are giving up. എനിക്കറിയില്ല നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഉപവാസ നാളുകളിൽ വർജിച്ചു കൊണ്ടിരിക്കുന്നത്. But married people know that with mutual consent, abstaining from husband-wife relationship for facilitating prayer can be brought within fasting. ഈ വിവാഹ ബന്ധത്തിനകത്ത് പരസ്പര ധാരണയോടുകൂടെ സമ്മതത്തോടുകൂടെ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടവനാണെന്ന് ബൈബിൾ പറയുമ്പോൾ അത് പ്രത്യേകിച്ചും ഉപവാസ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. Understand, Paul underlines it here with mutual consent. ഒരു കാര്യം മനസ്സിലാക്കുക, പൗലോസ് അപ്പോസ്തലൻ അടിവരയിട്ട് പറയുകയാണ് പരസ്പര സമ്മതത്തോടെ മാത്രം. To explain this, I will use a Jesus tradition. അത് വിശദീകരിക്കാൻ യേശുവിൻ്റെ ഒരു പാരമ്പര്യത്തെ ഞാൻ പറയാം. You know, in conversation with the Pharisees, Jesus once told them, "You have a fine way of repudiating God's word through your traditions." നിങ്ങൾക്ക് ഈ പരീശന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പാരമ്പര്യത്തെ ഉപയോഗിച്ച് കർത്താവിൻ്റെ വചനങ്ങളെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. You can deny the power of God like that. ദൈവശക്തി അങ്ങനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും. And he said, "Look," കർത്താവ് ചോദിച്ചു, നോക്കുക, if you tell your parents, നിങ്ങളുടെ അപ്പനമ്മമാരോട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ, whatever I should have given to you is now korban or given to God, നിങ്ങൾക്ക് ഞാൻ തരേണ്ടത് കൊർബാൻ അല്ലെങ്കിൽ ദൈവത്തിന് വഴിപാട് എന്ന് പറഞ്ഞാൽ, then you think that that's a big thing. നിങ്ങൾ വിചാരിക്കും അതൊരു വലിയ കാര്യമാണ്. But Jesus said that's not like that. പക്ഷേ യേശു പറഞ്ഞു അതങ്ങനെ അല്ല. Because it is in anger that you are using violence against your parents by depriving them of what should have gone to them and saying, "I am cutting your ration and giving it to the church." കാരണം കോപത്തില് ഒരു വലിയ ദേഷ്യത്തിനകത്ത് ആ മാതാപിതാക്കൾക്ക് കിട്ടേണ്ടതായ അർഹിച്ച നന്മകളെ മുറിച്ചുകൊണ്ട് ഇവർ പറയുകയാണ്, നിങ്ങൾക്ക് തരാനുള്ള ആ വിഹിതം ഞാൻ ഇവിടെ നിർത്തലാക്കുന്നു, ഇനി അത് ഞാൻ ദൈവത്തിന് കൊടുക്കാൻ പോവുകയാണ്. Suppose a very spiritual wife has a scores to settle with her husband. ഒരു ആത്മീയ വനിതയായ ഒരു ഭാര്യ തൻ്റെ ഭർത്താവുമായിട്ട് ഇങ്ങനൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ, no, she has something to settle with her husband. ഭർത്താവുമായിട്ട് ചില കാര്യങ്ങൾ നിർവഹിക്കാനുള്ളപ്പോൾ, and she knows her husband's desires and moods and hungers. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും ഭർത്താവിൻ്റെ മൂഡും ഭർത്താവിൻ്റെ ദാഹവും വിശപ്പൊക്കെ അവൾക്കറിയാം. She says, "I am on a fast for 7 days." ഞാനൊരു 7 ദിവസം ഇന്നു മുതൽ ഉപവസിക്കുകയാണ്. Because after 6 days he will go for another 2 months of tour, okay? കാരണം 6 ദിവസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ 2 മാസത്തെ ടൂറിന് പോകാൻ പോവുക. She thinks fasting and prayer is the best way to discipline her husband or to take revenge against him. ഈ ഭർത്താവിനെ അച്ചടക്കം പഠിപ്പിക്കാൻ അനുസരിപ്പിക്കാൻ ഫാസ്റ്റിംഗ് പ്രയർ ആണ് ഏറ്റവും നല്ല വഴി എന്നതുള്ളതാണ് പുള്ളിക്കാരിയുടെ തീരുമാനം. So that's why Paul emphasizes mutual consent. അതുകൊണ്ട് പൗലോസ് അവിടെ പ്രാധാന്യം കൊടുത്ത് ഉറപ്പിച്ച് പറയുകയാണ് പരസ്പര സമ്മതം. There are mutual responsibilities.
പരസ്പര ഉത്തരവാദിത്തങ്ങളുണ്ട്. There is a mutuality in exchange of rights. നമ്മുടെ അവകാശങ്ങളെ കൈമാറുന്നതിന്റെ പിന്നിൽ ഒരു പരസ്പര ധാരണയുണ്ട്. There is mutual consent in coming together. ഒരുമിച്ച് വരുന്നതിനകത്തൊരു പരസ്പര സമ്മതമുണ്ട്. Mutual consent in abstinence. വിട്ടു നിൽക്കാനൊരു പരസ്പര സമ്മതമുണ്ട്. But Paul says, marriage is God's way to prevent immorality from spreading in the world. എന്നാൽ പൗലോസ് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം, ദുർനടപ്പ് ഇല്ലാതാകേണ്ടതിന് വിവാഹം ഒരു അനുയോജ്യമായ കാര്യമാണ്. Therefore, married people have the responsibility to look after each other so that the other person stays on course and in commitment. അതുകൊണ്ട് ആ വിവാഹം അല്ലെങ്കിൽ പരസ്പര സമ്മതം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അവരുടെ കാര്യങ്ങളെ ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുക്കലായി മാറുകയാണ്. And then in verse 7 he says, 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ says, I wish all people were as I am, but each has his own gift from God. One person has this gift and another has that. സകല മനുഷ്യർ എന്നെപ്പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു, എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താന്താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. No, Paul was a single person. പൗലോസ് ഒരു ഏകനായ മനുഷ്യനാണ്. How did he become single? Nobody knows. എങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്കായി എന്നുള്ളത് ആർക്കും അറിയില്ല. Did his wife die? Was he a widower? അദ്ദേഹം ഭാര്യ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ട് ഭാര്യ ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണോ? Some scholars think that because he started following the Messiah, his Jewish wife abandoned him. ചിലർ പറയുന്നത് യേശുവിനെ പിന്തുടരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ യഹൂദ സ്ത്രീയായ ഭാര്യ തന്നെ വിട്ടുപോയി എന്നാണ്. And some people think that he never got married. ചിലർ ചിന്തിക്കുന്ന അദ്ദേഹം ഒരിക്കലും വിവാഹിതനായിരുന്നില്ല എന്നാണ്. When we go to Paul, we'll ask him in that personal question Q&A. നമ്മൾ പൗലോസിനെ ഇനി കാണുമ്പോൾ ഈ വ്യക്തിപരമായ ചോദ്യം നമുക്ക് ചോദിക്കാം. Don't be afraid. If you could answer all those hard questions, he will be very happy to answer this also. ഇത്രയും വലിയ വലിയ കഠിനമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ ആ ചോദ്യത്തിനും അദ്ദേഹം നല്ല മനസ്സോടെ ഉത്തരം നൽകും. But Paul, we don't know why he remains single. എന്തുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് തുടരുന്നു അല്ലെ ഏകനായി തുടരുന്നു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. But Paul says, look, I wish people followed me in this, but because of the condition of the world, I want to encourage people to marry. സകല മനുഷ്യർ എന്നെപ്പോലെ ആകണമെന്ന് പൗലോസ് ഇച്ഛിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ അവസ്ഥകൾ ഓരോ ആളുകളുടെയും സാഹചര്യം അനുസരിച്ച് വിവാഹം കഴിക്കുന്നത് നല്ലതെന്ന് പൗലോസ് പറയുകയാണ്. Because of immorality, he would encourage marriage to prevent it. ദുർനടപ്പിനെ പ്രതിരോധിക്കാൻ വിവാഹം നല്ലതാണെന്ന് അദ്ദേഹം പറയുകയാണ്. 2 times he says, because of the lack of self-control, it is good for people to marry. 2 തവണ അദ്ദേഹം പറയുകയാണ്, ജിതേന്ദ്രിയത്വമില്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിവാഹം കഴിക്കുന്നത് നല്ലതെന്നാണ്. And Paul says it is far better to marry than to have a wild fire in your heart. നിങ്ങൾ അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലതെന്ന് പൗലോസ് പറയുകയാണ്. I don't know whether this adalin, what is the exact meaning of adaliga in Malayalam? I don't know. അഴലുന്നത് ഈ ചെയ്യാനും പറ്റുന്നില്ല, ചെയ്യാതിരിക്കാനും വയ്യ. Divided heart, is it? Yeah. That is a very polished translation, unfortunately. അത് മലയാളത്തിൽ വളരെയധികം മനോഹരമായിട്ട് പെയിന്റ് ചെയ്ത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. Imagine that you have a gas stove burning in your heart. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ അകത്ത് ഒരു ഗ്യാസ് സ്റ്റവ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. It is going to explode within. അത് അകത്ത് തന്നെ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. So Paul says there is a wildfire. Rather than carrying these burning coals inside your heart or mind, it's better to get married. നിങ്ങൾ അകത്ത് ഇങ്ങനെ എപ്പോഴും ആ തീ ആളി പടർന്നുകൊണ്ടിരിക്കുന്നു, അതിനെ അണയ്ക്കാനും നിവൃത്തിയില്ല, അത് പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ അകപ്പാടെ വശമതരാകുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്ന് പൗലോസ് പറയുന്നു. So though he has a preference for a particular lifestyle, he gives a concession. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ജീവിത ശൈലി അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ പോലും അദ്ദേഹം ഒരു സമ്മതം കൊടുക്കുകയാണ്. So we find in this chapter, Paul's own personal preference was leaning towards singleness. പൗലോസിന്റെ വ്യക്തിപരമായ ആഗ്രഹവും അഭിപ്രായവും എന്ന് പറയുന്നത് ഏകനായി തുടരുക എന്നുള്ളതാണ്. Why would he prefer? Why did he choose singleness? എന്തുകൊണ്ടാണ് ഏകനായിരിക്കുക എന്നുള്ള തത്വം താൻ അംഗീകരിച്ചത്? I am going to teach this because
Usually we don't hear this in our Protestant churches. ഞാനിത് ഇന്ന് സംസാരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങൾ ഇതൊന്നും അത്ര ആഴമായി പഠിപ്പിക്കാറില്ല. Because singleness is not honored in many churches. അനേക സഭകളിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഏകനായി ഇരിക്കുന്നതിന് അത്ര വലുതായി മാനിക്കാറില്ല. Paul explains his preference for singleness in verses 25 to 38 also in greater detail. 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലും ആ ഏകനായിരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. Let's come to that passage now. നമുക്കിപ്പോൾ ആ ഖണ്ഡികയിലേക്ക് വരാം. In chapter 7:25 onwards, 7-ാം അധ്യായം 25-ാം വാക്യം മുതൽ, first of all, when he says now about virgins, virgin is usually about an unmarried woman, but later on in his discussions he speaks about unmarried men and women. കന്യകമാരെ കുറിച്ച് ആണ് 25-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നത്. കന്യകമാരെന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ എന്നാണ് നാം അനുമാനിക്കുന്നത്. എന്നാൽ പിന്നീട് താഴോട്ട് പറഞ്ഞു വരുമ്പോൾ വിവാഹം കഴിക്കാത്ത പുരുഷന്മാരെയും കന്യക എന്ന വാക്കിനകത്ത് അദ്ദേഹം ഉൾപ്പെടുത്തുകയാണ്. But Paul says, I don't have a direct commandment of the Lord to quote on this condition. ഈ അവസ്ഥയെക്കുറിച്ച് പറയാൻ ദൈവത്തിൽ നിന്ന് എനിക്ക് നേരിട്ട് കൽപ്പനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. But when he addresses a section of issues on which he did not hear the Lord directly, Paul is humble to say, I don't have a direct word, but I am counted faithful by the mercy of God. ദൈവത്തിൽ നിന്ന് ഒരു ആ വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേകമായ ആലോചനകൾ പൗലോസിന് ലഭിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഇതിനുള്ള from Jesus. I should correct myself. He does not have a word of Jesus to quote on this. യേശുവിൽ നിന്ന് ഇതിനെ പരിഹരിക്കാനുള്ള പ്രത്യേകിച്ച് ഉദ്ധരണികളൊന്നും പൗലോസിന് ലഭിച്ചിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്ന് പറയുന്നു എന്നുള്ള തലത്തിലാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത്. I am a person who is counted faithful by the Lord's mercy. കർത്താവിൻ്റെ കരുണ നിമിത്തം ഞാൻ വിശ്വസ്തൻ എന്ന് എണ്ണുന്നു. I have been counted faithful in the stewardship or the message that God has given to me. ദൈവം എനിക്ക് നൽകിയ സന്ദേശത്തോട് ആ ഗൃഹവിചാരകൻ എന്ന നിലയിൽ ഞാൻ വിശ്വസ്തനാണെന്ന് ഞാൻ എന്നെ തന്നെ കാണുകയാണ്. And then you come to the end of the chapter. ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ he says, I think I also have the Holy Spirit. ദൈവാത്മാവ് എനിക്കും ഉണ്ടെന്ന് തോന്നുന്നു. So it is in his own prayerful struggle with these issues as a faithful listener and as a faithful bearer of the word of God and as someone who has experienced the guidance of the Spirit, he is humble enough to say, I can't quote Jesus on this, but this is how I think and I am a faithful servant of God by his mercies. കർത്താവിൽ നിന്നുള്ള ആ സന്ദേശത്തെ ദൈവസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗൃഹവിചാരകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ ദൈവത്തിൽ ലഭിച്ച പ്രാർത്ഥനയുടെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ബന്ധത്തിൽ നിന്ന് ഈ കാര്യങ്ങളെ പറയുമ്പോൾ അദ്ദേഹം താഴ്മ ധരിച്ച് സ്വയം പറയുകയാണ്, യേശുവിൽ നിന്ന് എനിക്ക് നേരിട്ട് ആലോചനകളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഞാൻ ദൈവത്തിൽ വെച്ച കൃപപ്രകാരം ഈ വിഷയത്തിൽ ഞാൻ ഉത്തരവാദിത്തം. Please look at verse 26. 26-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. Please read it. 7:26. 7:26 ദയവായി വായിച്ചാട്ടെ. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്ന് എനിക്ക് തോന്നുന്നു. Because of the present distress. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം. What is the present distress? എന്താണ് ഇപ്പോഴത്തെ കഷ്ടത? Is it the present distress that some married people tell you about if you go for a marriage seminar? നിങ്ങളൊരു വിവാഹത്തിന്റെ സെമിനാറിലേക്ക് പോകുമ്പോൾ അന്ന് വിവാഹം കഴിച്ച ആളുകൾ പറയുന്ന പ്രശ്നങ്ങളാണോ ആ കഷ്ടതകളാണോ? Once upon a time I also did some marriage seminars. I stopped doing that. ഒരു കാലഘട്ടത്തിൽ ഞാനും ഇതുപോലുള്ള വിവാഹപൂർവ്വ സെമിനാറുകൾ, വിവാഹം കഴിച്ചവർക്കുള്ള സെമിനാറുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നീട് ഞാനത് നിർത്തി. Those days I would hear from some people like this. ആ നാളുകളിൽ ചില ആളുകളിൽ നിന്ന് ഞാൻ കേൾക്കാറുണ്ട് ഇങ്ങനെയാണ്, അച്ഛാ, there was a proposal from Mallappalli and from Mundiyappalli. അച്ഛായ, മല്ലപ്പള്ളിയിൽ നിന്നും മുണ്ടിയപ്പള്ളിയിൽ നിന്നും 2 വിവാഹ ആലോചനകൾ വന്നിട്ടുണ്ട്. Mallappalli was a BSc nurse, Mundiyappalli was a pharmacist. മല്ലപ്പള്ളിയിൽ നിന്ന് വന്നത് BSc നേഴ്സാണ്, മുണ്ടിയപ്പള്ളിയിൽ നിന്ന് വന്നത് ഫാർമസിസ്റ്റ് ആണ്. We almost said yes to Mundiyappalli, but then Karunagapalli came with a visa from America.
മുണ്ടിയപ്പള്ളിയിലേക്ക് വന്ന വിവാഹാലോചനയ്ക്ക് അതേ യെസ് മൂളിയതാണ്. പക്ഷേ അത് പറയാനിരിക്കുമ്പോഴാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് അമേരിക്കയിലെ വിസയുമായിട്ട് ഒരു ആലോചന വന്നത്. Acha, this is the greatest mistake I have done in my life. എന്റെ അച്ചായ, ഞാൻ എന്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു അത്. Mallepalli is serving the Lord. മല്ലപ്പള്ളിക്കാരി കർത്താവിന്റെ വേല ചെയ്യുകയാണ്. Mundiapalli has become some big shot somewhere. മുണ്ടിയപ്പള്ളി എവിടെയോ ഉള്ളൊരു വലിയ ആളാണ്. What am I doing here? I am babysitting in America. ഞാൻ അമേരിക്കയിൽ ഇതാ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Is that the present distress? അതാണോ ഇപ്പോഴത്തെ കഷ്ടത? Several of you will have this Mandapalli, Mundiapalli, Karunagapalli stories to share. നിങ്ങൾക്ക് ഇതുപോലെ മല്ലപ്പള്ളി, മുണ്ടിയപ്പള്ളി, കരുനാഗപ്പള്ളി കഥകളൊക്കെ പലർക്കും ഉണ്ടാകാം. Is the present struggle that you go through, the misunderstandings or the, I don't know, let me know, the little tensions that every normal marriage has, is that the present stress? ഇവിടെ ഇപ്പോഴത്തെ കഷ്ടത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹ ബന്ധങ്ങൾക്കകത്തുള്ള ചില ടെൻഷനുകൾ, ചില കുറ്റം പറച്ചിലുകൾ, അങ്ങനെയുള്ള ചില വിഷയങ്ങളാണോ? I don't think so. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. Because around the time that Paul was writing this, പൗലോസ് ഇത് എഴുതുന്ന ആ കാലഘട്ടം there was a severe famine in Corinth area. കൊരിന്തില് ഒരു വലിയ ക്ഷാമം നേരിട്ടു. You know, those days they did not have a public distribution system as what we have today. നമുക്കിന്നുള്ളതുപോലെ ഒരു പൊതുവിനിമയ സംവിധാനമൊന്നും അന്നത്തെ കാലഘട്ടത്തിലില്ല. During the days of famine, the rich people were expected to dole out goodies to the suffering people. അന്നത്തെ കാലഘട്ടത്തിൽ പ്രതീക്ഷയുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സമൃദ്ധിയുള്ള സമ്പന്നന്മാര് ഇല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഔദാര്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. If there is a grain shortage, ഒരു ധാന്യത്തിന്റെ കുറവ് സംഭവിച്ചാൽ a place like Corinth could not have survived far too long. കൊരിന്ത് പോലുള്ള ഒരു സ്ഥലത്തിന് ദീർഘനാൾ ആ ധാന്യ ഇല്ലായ്മയെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. So scholars now tell us the present distress is the particular season of famine that Achaia was going through. അക്കായ അന്ന് കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു ഗുരുതരമായ ക്ഷാമമായിരുന്നു ഇപ്പോഴത്തെ കഷ്ടത. You know, imagine two people, they think that, you know, their marriage proposal, one got it from Michael and the other got it from Gabriel. നിങ്ങൾ ചിന്തിക്കുക, ഒരു രണ്ട് വിവാഹാലോചന വരികയാണ്. ഒരാള് മൈക്കിളിൽ നിന്ന് കിട്ടുന്നു, മറ്റേയാൾക്ക് ഗബ്രിയേലിൽ നിന്ന് പ്രപ്പോസൽ കിട്ടുന്നു. Two angels came and told them, there is no other choice, you have to marry each other. രണ്ട് ദൂതന്മാർ വന്ന് പറയുക, വേറെ ഒരു തെരഞ്ഞെടുപ്പുമില്ല, നിങ്ങൾ വിവാഹം കഴിച്ചേ മതിയാകൂ. What can the youth pastor do? Marriages are made in heaven, and that is what the angels told both these people. യൂത്ത് പാസ്റ്റർ എന്ത് ചെയ്യും? വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത്, ദൂതന്മാരാണ് അതാണ് പറഞ്ഞത്. But both are unemployed. പക്ഷെ രണ്ടുപേർക്കും ജോലിയില്ല. And their parents are also unemployed. അവരുടെ മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. There is no social security. ഒരു സാമൂഹ്യ സുരക്ഷയും അവർക്കില്ല. If they get, now itself they can't look after themselves. ഇപ്പോൾ തന്നെ അവരെ സ്വയം നോക്കാൻ തന്നെ അവർക്ക് പറ്റുന്നില്ല. And if they can't look after themselves and there is no social backing, അവരുടെ സ്വന്തം കാര്യങ്ങളെ അവർക്ക് നോക്കാൻ കഴിയാതിരിക്കുമ്പോൾ, സാമൂഹികമായ പിന്തുണ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ, probably the advice is, because of the present distress, delay your marriage for a while. സാമാന്യമായ ഒരു ഉപദേശം എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. Can you relate with some situation like that? നിങ്ങൾക്ക് ഈ സാഹചര്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഇതുപോലുള്ള സാഹചര്യങ്ങളെ? So Paul is advising them that what the city was going through was a period of real hardship. Therefore, singleness, at least for a while, because later on he will say, if you get married, you are not committing a sin. You get married, but delaying it has value. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഒന്നുകിൽ ഈ കഷ്ടത തീരും വരെയെങ്കിലും വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, പാപം ചെയ്യാതിരിക്കാൻ വിവാഹം കഴിക്കുന്നത് നല്ലതാണെന്ന്. And then he would say, but if you are married to a wife, or if you have a wife or a husband, don't look for a separation or a release from this. പിന്നീട് അദ്ദേഹം പറയുകയാണ്, നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, നിനക്കൊരു ഭർത്താവ് ഉണ്ടോ, വേർപാട് അന്വേഷിക്കരുത്. Look at verse 28. 28-ാം വാക്യത്തിലേക്ക്, If you get married, you have not sinned. നീ വിവാഹം ചെയ്തുണ്ടെങ്കിൽ പാപമില്ല, ദോഷമില്ല. If a virgin marries, she has not sinned. ഒരു കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല. But such people will have trouble in this life, and I am trying to spare you this. അങ്ങനെ ഉള്ളവർക്ക് ജഡത്തിൽ കഷ്ടത ഉണ്ടാകും.
ഉണ്ടാകും. അത് നിങ്ങൾക്ക് വരരുതെന്ന് എൻ്റെ ആഗ്രഹം. Let me tell you my story. എൻ്റെ കഥ ഞാൻ പറയാം. Once upon a time, I was a very popular preacher among students. വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ വളരെ പ്രസിദ്ധനായ ഒരു പ്രസംഗകനായിരുന്നു. Once upon a time, not now. ഇപ്പോഴല്ല, ഒരു കാലഘട്ടത്തിൽ. And then, you know, in the camps, a lot of beautiful, attractive girls also came. അതുകൊണ്ട് ആ ക്യാമ്പസുകളിൽ ധാരാളം സുന്ദരിമാരായ പെൺകുട്ടികൾ വരും. And they will clap for me. എൻ്റെ പ്രസംഗത്തിന് അവർ കൈയടിക്കും. Few of them have taken my autographs also. ചിലർ അതിൽ കുറച്ച് പേര് എൻ്റെ ഓട്ടോഗ്രാഫൊക്കെ എടുത്തിട്ടുണ്ട്. But nobody would marry me. പക്ഷെ ആരും എന്നെ വിവാഹം കഴിച്ചില്ല. So I usually tell people, my friend Sajeev Rajan Matthew is here. He knows the story and he is smiling now. എൻ്റെ കൂട്ടുകാരൻ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് ആ കഥകൾ അറിയാം. You know, finally I tell people, my wife felt pity on me and thought, let me marry this poor man of God. എൻ്റെ ഭാര്യ പിന്നീട് പറയും, പാവപ്പെട്ട ഒരു മനുഷ്യനാണല്ലോ. I tell people like this. ഞാൻ ജനത്തോട് ഈ പാവപ്പെട്ട മനുഷ്യനാണല്ലോ ഞാൻ വിവാഹം കഴിച്ചത്. You know why? എന്തുകൊണ്ടെന്നറിയാമോ? Because I couldn't assure any parent in Kerala that if they gave their daughter's hand in marriage to me, with my less than pocket money they give to their school going child, I wouldn't be able to look after. അവർ ഈ കേരളത്തിലെ സാമാന്യ മാതാപിതാക്കൾ ഇങ്ങനെ ചിന്തിക്കും, അവരവരുടെ മക്കൾക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണിയേക്കാളും കുറഞ്ഞ വരുമാനമുള്ള എൻ്റെ കയ്യിലേക്ക് അവരുടെ മക്കളെ എങ്ങനെ അവരെ ഏൽപ്പിക്കും? So marriage brings worldly troubles. വിവാഹം ലൗകികമായ ഒത്തിരി കഷ്ടതകളെ കൊണ്ടുവരും. You need a roof to stay. നിനക്ക് ജീവിക്കാൻ ഒരു മേൽക്കൂരയുള്ള വീട് ആവശ്യമാണ്. You need food to eat. കഴിക്കാൻ ഭക്ഷണം ആവശ്യമുണ്ട്. The first meal we made as husband and wife was rice and dal. ഞങ്ങൾ ഭാര്യ ഭർത്താവെന്ന ബന്ധത്തിൽ വന്നിട്ട് ആദ്യം ഉണ്ടാക്കിയ ഭക്ഷണം ചോറും പരിപ്പ് കറിയുമായിരുന്നു. How grateful we were to God. ഞങ്ങൾ ദൈവത്തോട് എത്ര നന്ദിയുള്ളവരായിരുന്നു. Because my wife for the first time in her life cooked rice and dal. എൻ്റെ ഭാര്യ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചോറും പരിപ്പ് കറിയും ഉണ്ടാക്കിയത്. And I, because with all my North Indian experience, could chop an onion and a green chilli and little salt. That was sumptuous meal. എൻ്റെ വടക്കേന്ത്യൻ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞ് അതിന് കൊടുത്തപ്പോൾ അത് എത്ര ടേസ്റ്റ് ആയിരുന്നു. He has been so faithful. അവൻ വളരെ വിശ്വസ്തനായിരുന്നു. So far, since my marriage, I haven't had to skip a meal because there was no money to buy rice and dal. Don't worry. എന്തായിരുന്നാലും എൻ്റെ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ പണമില്ലാത്തത് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെക്കണം, ഉപേക്ഷിക്കണം എന്നുള്ള ചിന്തയിലേക്ക് വരാനിടയായിട്ടില്ല. People used to wonder how I will be clothed. I told you how I used to get my clothes. ജനങ്ങൾ ആശ്ചര്യപ്പെടാറുണ്ട്, എങ്ങനെയാണ് എനിക്ക് വസ്ത്രങ്ങൾ ലഭിക്കുന്നത്. ഞാനത് പിന്നീട് പറയാം. God has looked after us and our 2 girls. ഞങ്ങളെ കർത്താവ് സംരക്ഷിച്ചു, ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളെയും കർത്താവ് പരിപാലിച്ചു. When my second daughter was born, a very loving pastor, heard about it. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു പാസ്റ്റർ അതൊക്കെ അറിഞ്ഞു. He asked me, Idi, you have a second child? I say, yes, I have a second child. അദ്ദേഹം ചോദിച്ചു, ഇടി നിനക്ക് രണ്ടാമതൊരു മകൾ ജനിച്ചല്ലേ? അതെ അച്ഛാ, എനിക്ക് ഉണ്ടായി. This is one of our beloved pastors in Kottayam. അത് കോട്ടയത്തുള്ള ഒരു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പാസ്റ്ററാണ്. And then he said, son or daughter? ആണാണോ പെണ്ണാണോ? I said, blessed daughter. ഒരു അനുഗ്രഹിക്കപ്പെട്ട പെൺകുട്ടിയാണ്. He covered his face like this. അദ്ദേഹം ഇങ്ങനെ വാ പൊത്തി മുഖം കുനിഞ്ഞു നിൽക്കുകയാണ്. And he turned the other side and said, പഞ്ചഭാവിക്ക് 5 പെണ്ണ്. അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, പഞ്ചഭാവിക്ക് 5 പെണ്ണെന്ന്. Poor sincere man blessed with 5 daughters. ദരിദ്രനായൊരു മനുഷ്യൻ, അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ 5 കുട്ടികളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. God has looked after my daughters. ദൈവം എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ ശ്രദ്ധിച്ചു, പരിപാലിച്ചു. They both went and studied in one of the best international schools in India. ഇന്ത്യയിൽ തന്നെ ഒരു ഏറ്റവും നല്ല അന്തർദേശീയ സ്കൂളിലാണ് അവർ പോയി അവരുടെ വിദ്യാഭ്യാസം ചെയ്തത്. They went on to study in Ivy League colleges. Ivy League കോളേജുകളിൽ അവർ പഠിക്കാൻ പോയി. And now God has blessed them. Praise God for that. ദൈവം അവരെ ഇപ്പോൾ സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി. And Idi did not take a single paisa loan to educate his children. അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഇടി 1 പൈസ പോലും ലോൺ എടുത്തിട്ടില്ല. You see, so I can tell you on the basis of the way God has led me, looked after me, that He will care for you. എന്നെ കർത്താവ് പരിപാലിച്ച വഴികളെ വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, ദൈവം നിങ്ങളെ നോക്കിക്കൊള്ളും, കരുതിക്കൊള്ളും എന്നൊക്കെ. But then in a normal case, in a marriage relationship,
there are so many responsibilities of looking after your spouse and house and children and all other responsibilities. Marriage brings tensions in this world. എന്നാൽ സ്വാഭാവികമായും ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭാര്യയോടുള്ള കടപ്പാടുകൾ, ഭാര്യയെ പോഷിപ്പിക്കണം, മക്കളെ പോഷിപ്പിക്കണം, അവരെ പഠിപ്പിക്കണം, അതിൻ്റെ ഉത്തരവാദിത്തം, ഇങ്ങനെ അനേക കാര്യങ്ങൾ വരുമ്പോൾ ലൗകികമായ സമ്മർദ്ദങ്ങളും പ്രതികൂലങ്ങളും വിവാഹ So Paul ബന്ധത്തിനകത്തുണ്ട്. says there are distresses in the world, the challenges of and responsibilities of raising a family. So I want to encourage you not to have what you cannot bear, but if you get married, you are not sinning. അപ്പോൾ തന്നെ പറയാം, ലൗകികമായ കഷ്ടതകളുണ്ട്, ആ വിവാഹത്തിന്റെ ബന്ധത്തിനകത്ത് ഉത്തരവാദിത്തങ്ങളും ചെലവാക്കപ്പെടലുകളുണ്ട്. അങ്ങനെ കഷ്ടതകൾ വരും, എങ്കിലും നിങ്ങൾ വിവാഹം കഴിക്കുന്നത് ദോഷമില്ല. From verse 29 to 31, 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ Paul says, look, there are some major structural changes that are taking place. ഇതാ ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. 29 he says the time is limited. 29 വാക്യം പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. In verse 31 he says, for this world and its current form are passing away. നിങ്ങൾ 31 വാക്യത്തിൽ പറയുകയാണ്, ഈ ലോകത്തിന്റെ ആ ഘടന രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ല, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. He is looking at the present world through the spectacle of the glorious appearance of Jesus. ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ കാഴ്ചയിലൂടെ, കണ്ണുകളിലൂടെ ആ വർത്തമാന ലോകത്തെ പൗലോസ് നോക്കി കാണുകയാണ്. God has decisively invaded the world through Jesus. ദൈവം ഈ ലോകത്തെ ക്രിസ്തുവിലൂടെ കുടിയേറ്റം നടത്തി. And then he is going to come back bringing the new heavens and the new earth. ഇപ്പോൾ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെ സ്ഥാപിപ്പാൻ അവൻ മടങ്ങി വരാൻ പോവുകയാണ്. And therefore the structures of this world are being shaken or they will pass away. അതുകൊണ്ട് ഈ ലോകത്തിന്റെ അടിസ്ഥാനങ്ങളും ഈ ലോകത്തിന്റെ എല്ലാ രൂപഘടനകളും മോഹങ്ങളും എല്ലാം അടിത്തറയോടെ മാറ്റി മറിയപ്പെടാൻ പോവുകയാണ്. Time is running out. It is limited. സമയം വളരെ ചുരുക്കമേ ഉള്ളൂ, വേഗത്തിൽ ഓടിപ്പോവുകയാണ്. So Paul puts a question, look, makes a caution. He who marries does not sin, but don't turn a good gift of God into an idol or for an idolatrous engagement. കർത്താവിന്റെ ദാസൻ പറയുകയാണ്, വിവാഹം നല്ലതാണ്, വിവാഹം കഴിക്കുന്ന ദോഷമല്ല, പക്ഷേ ദൈവം നൽകുന്ന ഈ നല്ല ദാനത്തെ, നല്ല അനുഗ്രഹത്തെ പാപത്തിന് കാരണമാക്കി തീർക്കരുത്. No, as an idol, ഒരു വിഗ്രഹമാക്കി മാറ്റരുത്. don't think that your life is only that and nothing more. നിന്റെ ജീവിതം വിവാഹം മാത്രമാണ്, ഭാര്യ മാത്രമാണ് നിന്റെ ലോകം എന്ന് നീ കരുതരുത്. To understand what he says in between, I want you to look at a story that Jesus said. യേശു പറഞ്ഞ ഒരു കുറച്ചുകൂടെ ആഴമായി മനസ്സിലാക്കേണ്ടതിന് യേശു പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. In Luke's Gospel chapter 14, ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം and in verse 15 following, there is a story that Jesus told about a large banquet. ഇവിടെ ഒരു വലിയ വിരുന്നിനെ കുറിച്ചുള്ള ഉപമ യേശു കർത്താവ് പറയുകയാണ്. And the banquet was arranged and guests were invited, and there is a second invitation again. Just around the time of the wedding, the host sent his servants again to remind people to come back. വിവാഹം ഈ വിരുന്ന് ഒരുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ധാരാളം പേർക്ക് ക്ഷണം അയച്ചു കഴിഞ്ഞു. എന്നാൽ വിവാഹം വിരുന്ന് ഒരുക്കിയ ശേഷവും കർത്താവ് ഈ യജമാനൻ രണ്ടാമതൊരു ക്ഷണം തൻ്റെ വേലക്കാരെ കൊണ്ട് വിരുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു, വരിക എന്ന് വിളിച്ചുകൊണ്ട് അനേകരെ ക്ഷണിക്കാൻ ഒരു ക്ഷണം അയക്കുകയാണ്. But one of them said, I bought a field, I must go out and see it. ഒരുത്തൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങിയിരിക്കുന്നു, അതെനിക്ക് പരിശോധിക്കണം. Another said, I have bought 5 yoke of oxen and I am going to try them out. ഒരാൾ പറഞ്ഞു, ഞാൻ 5 കാളയെ വാങ്ങിയിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു. And another said, I just got married and therefore I am unable to come. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, എനിക്ക് വരുവാൻ കഴിയുകയില്ല. The kingdom of God is presented as a big feast. ദൈവരാജ്യം ഒരു വലിയ ഒരുക്കപ്പെട്ട അത്താഴ വിരുന്നായിട്ട് പ്രദർശിപ്പിക്കപ്പെടുകയാണ്. And people were already invited. ജനങ്ങൾ മുന്നമേ തന്നെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. But at the nick of the moment when they were invited, when they were reminded, അവർ ആ സമയത്ത് അവരെ ഈ കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ they have all kinds of excuses. അനേകം ഒഴിവുകഴിവുകൾ അവർ പറയുകയാണ്. I bought a field. ഞാനൊരു വയൽ വാങ്ങി. I bought 5 yoke of oxen. ഞാൻ 5 കാളയെ വാങ്ങിയിരിക്കുന്നു. I got married.
married, ഞാൻ വിവാഹം so കഴിഞ്ഞിരിക്കുന്നു, we cannot come. അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല. With this story, come to the passage. ഈ കഥകൾ ഈ ഖണ്ഡികയിൽ വരികയാണ്. The time is limited, running out. കാലം ചുരുങ്ങിയിരിക്കുന്നു. The structures of this world are shaking. ഈ ലോകത്തിന്റെ അടിസ്ഥാന ഘടനകൾ മാറാൻ There പോവുകയാണ്. is a reframing or a reassessment of times in the present times where we live. ഈ സമയം നീങ്ങിപ്പോകും. ഒരു പുനരൂപീകരണം ഈ ലോകത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. What should you not therefore think? അതുകൊണ്ട് നീ എന്താണ് ചിന്തിക്കാൻ പാടില്ലാത്തത്? If you have a wife, നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ do not idolize your marriage. നിങ്ങളുടെ വിവാഹത്തെ ഒരു ബിംബമാക്കി മാറ്റരുത്. If there is a deep sorrow that you are going through, നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ഒരു ആഴമായ ദുഃഖമുണ്ടെങ്കിൽ let it not take full control over you. നിന്നെ അത് പൂർണ്ണമായി കീഴ്പ്പെടുത്തരുത്. If there is a wedding or a happiness in your life, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സന്തോഷമോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ let not your joy override you. ആ സന്തോഷം നിങ്ങളുടെ മേൽ കൈ നേടരുത്. If you have purchased a new car or a property, നീ ഒരു പുതിയ കാറോ ഒരു വസ്തുവോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ distance yourself from that അതിൽ നിന്ന് അകലം പാലിക്കുക. as if you did not own it, ഓ നിന്റെ സ്വന്തം അല്ല എന്നതുപോലെ അകലം പാലിക്കുക. as if the sorrow has not drenched you, ആ ദുഃഖം നിങ്ങളെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നില്ല എന്ന് പാലിക്കുക. as if the joy has not taken away your sobriety, നിന്റെ സുബോധത്തെ ആ സന്തോഷം എടുത്തു കളഞ്ഞു എന്ന് വരാതിരിക്കാൻ as if സൂക്ഷിക്കുക. your wife or spouse have absolute authority over you. നിന്റെ ഭാര്യക്കോ ഭർത്താവിനോ നിന്റെ മേൽ പരമാധികാരമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. Allow the Lord and His kingdom to come between you and your marriage. നിനക്കും നിന്റെ വിവാഹത്തിനും ഇടയിൽ ദൈവരാജ്യം വരാനും ദൈവരാജ്യത്തിന്റെ വാഴ്ച വെളിപ്പെടാനും അനുവദിക്കുക. Allow the Lord to be a mediator between you and your deepest agonies and sorrows or doubts or fears. നിന്റെ ജീവിതത്തിലെ ആഴമായ മുറിവുകൾ, വേദനകൾ, സന്തോഷങ്ങൾ എല്ലാറ്റിനും ഇടയിലും നിനക്കുമിടയിൽ ദൈവത്തിന്റെ പ്രസൻസ്, സാന്നിധ്യം വരാൻ നീ അനുവദിക്കുക. Let the Lord participate in your joy and make a certain sobriety in your celebration. നിന്റെ ആനന്ദങ്ങൾക്കകത്ത്, നിന്റെ ആഘോഷങ്ങൾക്കകത്ത് കർത്താവിന് ഒരു ഇടം അനുവദിക്കുക. അതിനകത്ത് ദൈവത്തിന് ഇടമുണ്ടെന്നുള്ള സുബോധം നീ സൃഷ്ടിക്കുക. God has blessed you with so many good things. ധാരാളം നന്മകൾ കൊണ്ട് കർത്താവ് നിങ്ങളെ He has അനുഗ്രഹിച്ചിട്ടുണ്ട്. given you health. നിങ്ങൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. He has given you a job. നല്ല ജോലി തന്നിട്ടുണ്ട്. He has given you a reputation. നിങ്ങൾക്ക് നല്ല സ്ഥാനമാനങ്ങൾ തന്നിട്ടുണ്ട്. You have a nice house to stay. നല്ലൊരു വീട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. You have a nice car to drive. നല്ലൊരു കാർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. Let these gifts of God not become idols in your ഓ life. ഈ ആ നന്മകൾ ഒന്നും തന്നെ നിന്റെ ജീവിതത്തിലെ വിഗ്രഹങ്ങളായി മാറാതിരിക്കട്ടെ. You know, in chapter 9, Paul says, I discipline my body. 9-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുക, എൻ്റെ ശരീരത്തെ ഞാൻ അച്ചടക്കത്തിൽ നിലനിർത്തുകയാണ്. You know, people like me, once upon a time we had that habit, now neck, back pain, knee pain, that pain, it's raining, shining, we are a little lazy about it. എന്നെ പോലുള്ള ആൾക്കാർ ഒരു കാലഘട്ടം നമ്മൾ ഭയങ്കര ആരോഗ്യവാന്മാരായിരുന്നു. പിന്നീട് പ്രായമായപ്പോൾ മുട്ടുവേദന കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ പലതും ചെയ്യുന്നില്ല. Oh, last year I used to pride in it. Every day I walk at least for 5 kilometers. കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് ഞാൻ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഞാൻ വലിയ അഹങ്കാരമുള്ളവനായിരുന്നു. എല്ലാ ദിവസവും 5 കിലോമീറ്റർ നടക്കുമായിരുന്നു. And my wife was also very happy with that. എൻ്റെ ഭാര്യയും അതിനെക്കുറിച്ച് സന്തോഷമുള്ളവളായിരുന്നു. But that in Vagaman, you know, when it rains cats and dogs. Idiki is heavy rains. ഇടുക്കിയിൽ വാഗമണിലാണ്. അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. Such heavy rains. അത്ര ഭയങ്കരമായ മഴയായിരിക്കും പെയ്യുന്നത്. And I have seen some strange creepers also during early morning that I go for my walk. പ്രഭാതത്തിൽ ഞാൻ നടത്തേക്ക് പോകുമ്പോൾ ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത ചില അപരിചിതമായ ജന്തുക്കൾ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുന്നത് കാണാൻ പറ്റും. Once I saw the head was beautiful with a nice mark on it. ചിലത് അതിന്റെ തല കാണാൻ ഭയങ്കര സുന്ദരമാണ്. തലയിൽ ഒരു അടയാളമുണ്ട്. And then I found the other, very recently, very beautifully colored rings all around, very flat head, beautiful. The creeper stopped and I also stopped.
And then we looked at each other for a time, and I think the angel told, hey, get out, my servants, get out. So it went in another way. പിന്നീട് വേറൊന്നുണ്ട്, തല നല്ല പരന്ന് വിശാലമായതും ശരീരം മുഴുവനും നല്ല മോതിര വളയം പോലെ വളയങ്ങളെ അടയാളമുള്ള ഒരു ജന്തു ഇങ്ങനെ നിൽക്കുന്ന കണ്ടു. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം നിന്നു, ഞാനും നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞെന്ന് തോന്നുന്നു, പൊക്കോ, ഇത് കർത്താവിൻ്റെ ദാസനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വിട്ടുപോയി. That took away my confidence for the early morning walk, to be honest with you. അങ്ങനെ പ്രഭാതത്തിലെ നടത്തയ്ക്കുള്ളൊരു ഉറപ്പൊന്നും ഇല്ലാതായി. But my translator friend, you know, എൻ്റെ പരിഭാഷാ സുഹൃത്ത്, you should look at his muscles. He goes to the gym every day. അദ്ദേഹം എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട്. He takes care of his body. അദ്ദേഹത്തിന്റെ ശരീരത്തെ അദ്ദേഹം സൂക്ഷിക്കുന്നു. That's a very good habit. അത് നല്ലൊരു ശീലമാണ്. But then I can take my gym habits so religiously that becomes my priority, and I have no time to do the Lord's, listen to the Lord, or to study the word, or to prepare my messages. So ChatGPT helps me. പക്ഷേ എൻ്റെ ജിമ്മിലെ ആക്ടിവിറ്റീസുകൾ, എൻ്റെ ജിമ്മിൽ പോകുന്ന വ്യായാമ മുറകൾ എനിക്ക് കർത്താവിൻ്റെ വചനം പഠിക്കാനോ ദൈവശബ്ദം കേൾക്കാനോ കഴിയാത്ത വിധം ഇതിനെ ഞാൻ ഏറ്റവും മുൻഗണന കൊടുക്കുന്ന ഒന്നായി മാറിയിട്ട് ഇപ്പോൾ ഞാൻ വിചാരിക്കുക, ChatGPT ഉണ്ടല്ലോ, മെസ്സേജ് അവിടെ നിന്ന് എടുക്കാം. You understand? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Good gifts of God and good habits can become self-defeating or take you away from the kingdom's purpose. നല്ല ശീലങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല പ്രായോഗിക കാര്യങ്ങൾ ദൈവരാജ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ കേൾവിയിൽ നിന്നുമുള്ളെല്ലാം നമ്മുടെ സമയത്തെ മോഷ്ടിക്കത്തക്ക വിധം അതൊരു വിഗ്രഹമായി മാറാൻ സാധ്യതയുണ്ട്. Therefore marriage is a good gift. അതുകൊണ്ട് മാരേജും അതുപോലെ തന്നെ ഒരു നല്ല ദാനമാണ്. But in your reception of it, understand it is the Lord who gives it, so that with him, with this gift, you will remain moral and you will serve him. നിങ്ങൾക്ക് കർത്താവ് ഈ ദാനത്തെ, ഈ കാര്യത്തെ തന്നതെന്തിനെന്നറിയാമോ? നിങ്ങൾ കൂടുതൽ നീതിയുള്ളവരായി, ധാർമ്മികത ഉള്ളവരായി ജീവിക്കാനും അപ്പോൾ തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. Look at verses 32 to 35. 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. Then Paul brings a very practical suggestion. ഒരു വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളിലേക്ക് അദ്ദേഹം വരികയാണ്. It picks up a different set of people who are not burning, whose hearts are not the Canadian wildfires. കാനഡയിൽ കത്തുന്ന കാട്ടുതീയെ പോലെ ഹൃദയത്തിനകത്ത് കത്തലില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നത്. These are people, ഈ ആളുകൾ who have received the gift of the Spirit and therefore self-control. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിന്റെ ദാനത്തെ പ്രാപിച്ചവരും സ്വയം നിയന്ത്രണമുള്ളവരുമാണ്. They are able to focus. അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. Once I was teaching in a seminary in North India. ഒരിക്കൽ വടക്കേന്ത്യയിലെ ഒരു സെമിനാറിൽ ഞാൻ സംസാരിക്കുകയായിരുന്നു. No, I was a teacher there. ഞാൻ അവിടുത്തെ ഒരു ടീച്ചറാണ്, ഗസ്റ്റ് ടീച്ചറായിരുന്നു. Don't ask me where, it's a holy place. നിങ്ങൾ ചോദിക്കരുത് എവിടെയാണെന്ന്, അതൊരു വിശുദ്ധ സ്ഥലമാണ്. There was a girl from Kerala and another boy from our Hindi belt. കേരളത്തിൽ നിന്നുള്ളൊരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു, ഹിന്ദി ബെൽറ്റിലുള്ള ഒരു പയ്യനും അവിടെ ഉണ്ട്. For some reason or the other, maybe her churidar or a hairband she was wearing, this fellow thought Michael is telling him to possess her. ഇവള് ധരിച്ച ഈ ഹെയർ ബാൻഡ് ആണോ ചുരിദാറാണോ കാരണമെന്ന് അറിയത്തില്ല. സംവേ അദ്ദേഹം ഈ കുട്ടിയാണ് എനിക്കുള്ളതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. You know, she became a disturbance. She went to the counselor and the counselor said, okay, next time that fellow approaches you, tell him, next time you come to me, I'll give you a Bombay slap. അപ്പോൾ ഈ പുള്ളിക്കാരി കൗൺസിലറുമായിട്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇനി ഒരിക്കൽ അദ്ദേഹം നിന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പറയണം, അടി തരുമെന്ന് പറയാൻ പറഞ്ഞു. So this fellow came to me and said, sir, that girl said she will give me a Bombay slap. Will I not be the happiest man on earth if she gives me not Bombay slap, Bombay kiss? Will I not be the happiest man? സോറി, ബോംബെ സ്ലാപ്പ് അല്ല, ബോംബെ കിസ്സാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം സാറിനോട് ഒന്ന് ചോദിച്ചു, ആ കുട്ടി എനിക്കൊരു ബോംബെ കിസ് എന്നാൽ ഞാനായിരിക്കത്തില്ലേ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ? And then I told him, probably you may need not only a dentist, you may need another surgeon also, because she wears high heels. Have you not seen that? ഞാൻ പറഞ്ഞു, നിനക്ക് ഒരുപാട് ഡെന്റിസ്റ്റിനെ അല്ല കാണേണ്ടി വരുന്നത്, ഒരു വലിയ സർജനെ തന്നെ കാണേണ്ടി വരും. കാരണം പുള്ളിക്കാരി ധരിച്ചിരിക്കുന്ന ഹൈഗിൾഡ് ഷൂ നീ കണ്ടിട്ടുണ്ടോ? You see, people are so distracted when they get any kind of an attraction. ഏതെങ്കിലും തരത്തിലുള്ള ആകർഷണീയമായ കാര്യങ്ങളെ കാണുമ്പോൾ ദൈവ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ
ചിന്താകുലരായി വ്യതിചലിക്കപ്പെടുകയാണ്. This lady was so focused on serving the Lord and finishing her studies. ഈ പെൺകുട്ടി വളരെയധികം അവളുടെ വിദ്യാഭ്യാസത്തെ പൂർത്തിയാക്കിയിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നതിൽ ഏകാഗ്രചിത്തയായിരുന്നു. But the guy is so distracted that he wants to somehow possess her. പക്ഷെ ഈ പയ്യൻ അങ്ങനല്ല. അവൻ ആകപ്പാട് ശ്രദ്ധയൊക്കെ തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ഇവളെ സ്വന്തമാക്കണം എന്ന ലക്ഷ്യത്തിലാണ് പിന്തുടരുന്നത്. Look at this woman's desire. ഈ സ്ത്രീയുടെ ആഗ്രഹം എന്താണ്? No other distractions. മറ്റൊരു ചിന്താകുലങ്ങളും ഇല്ല. I only want to please the Lord. കർത്താവിനെ മാത്രം എനിക്ക് I പ്രസാദിക്കണം. want to finish my studies. എന്റെ വിദ്യാഭ്യാസത്തെ പൂർണ്ണമാക്കണം. So Paul will take her side and say, പൗലോസ് ആ കുട്ടിയുടെ സൈഡ് എടുത്തിട്ട് പറയുകയാണ്, singleness enables the sober-minded, controlled by the Spirit, to stay focused on kingdom affairs. Therefore, there is an advantage. വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്കിരിക്കുന്നവൻ എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കാം എന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. There are men like that. അതുപോലെ തന്നെ പുരുഷന്മാരും There are women like that. സ്ത്രീകളും അങ്ങനെ തന്നെ. But those of us who are blessedly married and happily married, വിവാഹം കഴിഞ്ഞവര് അനുഗ്രഹീതമായ വിവാഹത്തിലാണ്, and I am സന്തോഷവാന്മാരാണ്. sure most of you think that it's a gift from God. നിങ്ങൾ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്ന ദൈവത്തിൽ നിന്നുള്ളൊരു ദാനം എന്നാണ്. You know, if you tell your spouse, look, though we are married, I only know how to please God, your spouse will say, you should have joined a monastery. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറയുകയാണ്, ഞങ്ങൾ വിവാഹം കഴിഞ്ഞെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്ന് മാത്രമേ ഇപ്പം ചിന്തയുള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പറയും, നിങ്ങൾ വല്ല സന്യാസിയും ആകുന്നതാണ് നല്ലതെന്ന്. There are compromises to be made. ചില അനുരഞ്ജനങ്ങൾ, ഒത്തുതീർപ്പുകൾ ഉണ്ടാകണം. You can't fast every time you want to fast. നിനക്ക് ഉപവസിക്കാൻ തോന്നുമ്പോഴൊക്കെ നീ ഉപവസിക്കരുത്. You can't give everything away for the Lord's work. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എല്ലാം കളയാൻ നിനക്ക് പറ്റത്തില്ല. You have a spouse to look after. നിനക്ക് പരിപാലിക്കേണ്ടതായ ഒരു പങ്കാളിയുണ്ട്. You have to provide for old age and retirement. റിട്ടയർമെന്റ് ചെയ്ത് വീട്ടിലിരിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ For ചെയ്യണം. your own retirement. നിന്റെ റിട്ടയർമെന്റിന് വേണ്ടി ചെയ്യണം. You have children. കുട്ടികളുണ്ട്. And blessed girls, they need to be married off. അനുഗ്രഹിക്കപ്പെട്ട കുട്ടികളുണ്ട്, അവരെ വിവാഹം കഴിച്ചയക്കണം. You have responsibilities. ഉത്തരവാദിത്തങ്ങളുണ്ട്. You can't get, take whatever you get into and put it into the offering box. നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം എടുത്ത്, കിട്ടുന്നതെല്ലാം എടുത്ത് കാണിക്ക പാത്രത്തിൽ ഇടാൻ അവകാശമില്ല. You have to please each other. തമ്മിൽ നിങ്ങൾ പ്രസാദിപ്പിച്ചേ You have മതിയാകൂ. responsibilities to each other. നിങ്ങൾ തമ്മിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. And that is how a peaceful home is built. അങ്ങനെയാണ് സമാധാനപൂർണ്ണമായ ഒരു ഭവനം പണിയപ്പെടുന്നത്. There is mutuality. അവിടെ ഒരു പരസ്പര സമ്മതത്വമുണ്ട്. There is transparency. അവിടെ ഒരു തുറന്നിരിക്കുന്ന ഒരു വ്യക്തതയുണ്ട്. And there is mutual accountability. അതുപോലെ തന്നെ പരസ്പരം കണക്ക് ബോധിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. And there is the commitment to look after. I am there for you. അവിടെ പരസ്പരം ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടെന്ന് ബോധിപ്പിക്കുന്ന ഒരു പരസ്പര സംവിധാനമുണ്ട്. Whereas a single-minded, spirit-controlled single person can focus on the affairs of the Lord alone. Marriage means you have to make a compromise. അപ്പോൾ തന്നെ ഏക ചിന്തയോടെ കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് അവനെ പ്രസാദിപ്പിക്കണമെന്ന് ഇരിക്കുന്ന നല്ലതാണെങ്കിൽ പോലും വിവാഹം എന്ന നിലയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. Nevertheless, Paul says marriage is not a sin. ഒരിക്കലും പൗലോസ് പറഞ്ഞിട്ടില്ല വിവാഹം പാപമാണ്. It's a gift from God. അത് ദൈവത്തിൽ നിന്നുള്ള ദാനമാണെന്ന് It's a calling from God. ദൈവത്തിൽ നിന്നുള്ള ഒരു വിളിയാണ്. It's a commitment that we make before God. അത് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പരസ്പര സമ്മതവും സമർപ്പണവുമാണ്. It's a commitment to mutuality. അത് പരസ്പര വിധേയത്വമാണ്. You know, you are exchanging rights. There is mutuality. തമ്മിൽ അവകാശങ്ങളെ കൈമാറ്റം ചെയ്യുന്ന സ്ഥലമാണ്. There is a promise of loyalty and love. വിധേയത്വത്തിന്റെയും സ്നേഹത്തിന്റെയും വാഗ്ദത്തം അവിടെയുണ്ട്. So marriage is not a sin. അതുകൊണ്ട് വിവാഹം പാപമല്ല. Though Paul had a preferential option for various reasons for singleness, ഒറ്റയ്ക്കിരിക്കാൻ പൗലോസ് അത് തെരഞ്ഞെടുക്കേണ്ടവന് വ്യത്യസ്തമായ അനേക കാരണങ്ങൾ തനിക്കുണ്ടായിരുന്നെങ്കിലും Paul said getting married is not a sin, but don't make an idol of your marriage. പൗലോസ് പറയുകയാണ് വിവാഹം കഴിക്കുന്നത് ദോഷമില്ല, എങ്കിലും വിവാഹം ഒരു ബിംബമായി മാറരുത്. Now let us look at the way Paul addresses
the gift of marriage. ആ വിവാഹം എന്ന ദാനത്തെ, ആ ദൈവം നൽകിയ ദാനത്തെ പൗലോസ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. He is able to quote the Lord Jesus Christ, and his reflections are based on what Jesus taught. യേശുക്രിസ്തുവിന്റെ വാക്കുകളെ താൻ ഉദ്ധരിച്ചെടുക്കുകയും തന്റെ പഠിപ്പിക്കൽ യേശുക്രിസ്തുവിന്റെ ഉദ്ധരണികളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നുമാണ്. Look at chapter 7 verses 10 to 16. 7-ാം അധ്യായം 10 മുതൽ 16 വരെ. He is quoting the Lord Jesus here. യേശു പറഞ്ഞ കാര്യങ്ങളെ ഇദ്ദേഹം അവിടെ ഉദ്ധരിക്കുകയാണ്. And he says, അദ്ദേഹം പറയുന്നു, to the married I give this command, not I but the Lord. വിവാഹം കഴിഞ്ഞവരോട് ഞാൻ പറയുന്നു, ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. And he quotes what is repeated in Matthew, Mark and Luke, and in Luke's Gospels. മത്തായി, മാർക്ക്, ലൂക്ക് തുടങ്ങിയ സുവിശേഷങ്ങളിൽ പറയപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. Jesus taught the permanence of marriage. യേശുക്രിസ്തു വിവാഹത്തിന്റെ ശാശ്വതമായ നിലനിൽപ്പിനെ കുറിച്ച് പറയുകയാണ്. That it is a creator God who created marriage. സൃഷ്ടികർത്താവായ ദൈവമാണ് വിവാഹത്തെ സൃഷ്ടിച്ചത്. God is the one who joins the husband and wife together. ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ ഒരുമിപ്പിച്ചത്, ഒന്നാക്കിയത് കർത്താവ് ദൈവമാണ്. The creator's will is that the man shall therefore leave his father and mother and be united to his wife, and the two shall become one flesh. സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരണം, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. Therefore they should neither abandon one another or divorce their spouses. അതുകൊണ്ട് ഭാര്യ തമ്മിൽ അവർ വേർപിരിയരുത്, വിവാഹമോചനം ഉണ്ടാകരുത്. Then he says, if for some reason there is a separation, പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഏതെങ്കിലും കാരണത്താൽ ഒരു വേർപാടുണ്ടായാൽ let them be reconciled. അവര് നിരപ്പ് പ്രാപിച്ചു കൊള്ളട്ടെ. If the differences are so irreconcilable, അത് നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്ത വിധമുള്ള വൈരുദ്ധ്യങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ, Paul's application is let them remain single. പൗലോസ് പറയുകയാണ്, അവർ ഏകരായി തന്നെ തുടരട്ടെ. So Paul would say, in the purposes of God revealed to us through Jesus, divorce and remarriage is not what God intended for the gift of marriage. പൗലോസ് ശക്തമായി പറയുകയാണ്, വിവാഹമോചനവും പുനർവിവാഹവുമൊന്നും ദൈവരാജ്യയെ കർത്താവ് നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങളല്ല വിവാഹത്തിനകത്തെന്ന് കർത്താവ് ദൈവദാസൻ പറയുകയാണ്. In verses 12 to 16, 12 മുതൽ 16 വരെ Paul is now facing a different pastoral situation. ഇപ്പോൾ ഒരു പ്രത്യേക ഇടയശുശ്രൂഷയുടെ മേഖല താൻ കൈകാര്യം ചെയ്യുകയാണ്. There were people in the church, സഭയിൽ ഇങ്ങനെ ചില ആളുകൾ ഉണ്ടായിരുന്നു, and they were from mixed marriages. മിശ്ര വിവാഹ സമ്മതമായ കാര്യങ്ങൾ. What would this mean? They were all non-Christians once upon a time, either Jews or non-Jews, but only one partner has accepted the gospel and joined the church. ഇവിടെ നമുക്കറിയാം, രക്ഷിക്കപ്പെടാത്തൊരു ഭർത്താവും രക്ഷിക്കപ്പെട്ടൊരു ഭാര്യയും എന്നിങ്ങനെയുള്ള തരത്തിലുള്ള ബന്ധങ്ങൾ. So Paul would say, what would you do with that? അപ്പൊ അങ്ങനെ ഉള്ളവരോട് പറയുകയാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Look at verse 12. 12-ാം വാക്യം. If the unbeliever wants to honor the marriage bond and stay, honor the marriage bond. അവിശ്വാസി വിവാഹബന്ധത്തെ മാനിക്കുന്നുണ്ടെങ്കിൽ നീ ആ വിവാഹബന്ധത്തിൽ തന്നെ തുടരണം. And Paul's answer is that the child of God is not corrupted by the unbelieving partner, but holiness is transferred from the believing partner to the unbelieving partner. പൗലോസ് പറയുന്നൊരു ശക്തമായ പ്രസ്താവന, അവിശ്വാസിയായ പങ്കാളി നിമിത്തം വിശ്വാസിയായ പങ്കാളി മലിനപ്പെടുന്നില്ല, പകരം വിശ്വാസിയായ പങ്കാളി നിമിത്തം അവിശ്വാസിയായ പങ്കാളി വിശുദ്ധീകരിക്കപ്പെടുകയാണ്. But then he says, if the unbeliever doesn't want to honor this and he wants to walk out, പക്ഷെ പറയുക, അവിശ്വാസി ഈ ബന്ധത്തെ മാനിക്കാൻ തയ്യാറാകുന്നില്ല, പുള്ളി വേർപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വേർപെട്ടോട്ടെ. then God has called us to peace. ദൈവം നമ്മളെ സമാധാനത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. Peace to love and loyalty. സ്നേഹിക്കാനും വിധേയപ്പെടാനും. And if that kind of a caring, loving loyalty is not there, but there is peace, there is strife and discord because of Jesus. യേശുക്രിസ്തു നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മാരേജിനകത്ത് സമാധാനവും സ്നേഹവും സമർപ്പണവും വിശ്വസ്തതയും ഉണ്ട് എന്നുള്ളത് കൊണ്ട്,
If because of Jesus, if there is a split in the marriage, യേശു നിമിത്തം വിവാഹത്തിനകത്തൊരു വേർപാട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ Paul says we are called for peace. Let the unbeliever go in peace. പൗലോസ് പറയുകയാണ്, നമ്മളെ കർത്താവ് സമാധാനത്തിനായി വിളിച്ചിരിക്കുന്നു, അവിശ്വാസി സമാധാനത്തോടെ വേർപിരിഞ്ഞു പോകട്ടെ. Stay married if your commitment is mutual. നിങ്ങൾ പരസ്പര ധാരണയുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ വിവാഹത്തിൽ നിലനിൽക്കുക. Holiness is passed from the saved person to the unsaved. രക്ഷിക്കപ്പെട്ട ആളിൽ നിന്ന് രക്ഷിക്കപ്പെടാത്ത ആളിലേക്ക് വിശുദ്ധി കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. If the unbeliever abandons then or walks out, then the believer is not bound. അവിശ്വാസി വേർപെട്ടു പോകുന്നുണ്ടെങ്കിൽ വിശ്വാസി തുടർന്നും ബന്ധിക്കപ്പെട്ടവനല്ല, അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടവളല്ല. What does it mean? എന്താണ് അത് അർത്ഥമാക്കുന്നത്? Does it mean that the believer is free to marry again? അതിന്റെ അർത്ഥം വിശ്വാസിക്ക് പുനർവിവാഹം ചെയ്യാൻ അവകാശം ഉണ്ടെന്നാണോ? It's a debated area. ഇതൊരു തർക്ക സംഗതിയുടെ ഏരിയയാണ്. We are not too very clear about it. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് വളരെ ക്ലിയർ ഉണ്ടാകണം. So this is where a church should make a pastoral, prayerful, spirit-led decision on it. ഇവിടെയാണ് ഒരു പാസ്റ്റർ വളരെയധികം പ്രാർത്ഥനയോടെ ആത്മനിയോഗത്തോടെ ഒരു തീരുമാനമെടുക്കേണ്ട ഏരിയ. When it comes to losing a spouse through death, Paul would say the widowed may remarry if needed, but that marriage should be only to believers. ഒരു പങ്കാളി മരിച്ചു പോവുകയാണെങ്കിൽ, വിശ്വാസിയുടെ പങ്കാളി മരിച്ചു പോവുകയാണെങ്കിൽ അവർ പുനർവിവാഹം ചെയ്യുന്ന നല്ലതാണ്. പക്ഷേ ഒരു വിശ്വാസിയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. You know, this again, you look at 2000 years back in India. 2000 വർഷങ്ങൾക്ക് പുറകിൽ നമ്മൾ ഇന്ത്യയുടെ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ, when Paul was releasing widows in Corinth with the divine right for remarriage, കൊരിന്തിലെ വിശ്വാസികളായ വിധവമാരെ പുനർവിവാഹം ചെയ്യാനുള്ള ഒരു വിശുദ്ധ അധികാരം അവർക്ക് കൈമാറുകയാണ്. What was the pitiful fate of a widow in our great country? നമ്മുടെ രാജ്യത്തിലെ ഒരു സഹതാപം അർഹിക്കുന്ന ഒരു വിധവയുടെ അവസ്ഥ എന്തായിരിക്കും? Do you see how revolutionary, life-giving the gospel of Jesus was at that time? ആ കാലഘട്ടത്തിൽ എത്ര വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച ഒരു സുവിശേഷമാണ് യേശു പ്രസംഗിച്ചത്. Then when he comes to another section here, മറ്റൊരു സെക്ഷനിലേക്ക്, verses 17 following, sorry, the verse is wrong, 17 following, 17 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ Paul says, let each one continue in the state in which God called him. എന്നാൽ ഓരോരുത്തരും കർത്താവ് വിളിച്ചതുപോലെ അവനവൻ നടക്കട്ടെ. Remain in the situation. He repeats it 3 times in this short passage. ആ ചെറിയ ഖണ്ഡികയ്ക്കകത്ത് 3 തവണ അദ്ദേഹം ആവർത്തിക്കുകയാണ്, അവരെ എങ്ങനെ കർത്താവ് വിളിച്ചുവോ വിളിച്ചതുപോലെ തന്നെ തുടരട്ടെ. Verses 17, 20 and 24. 17-ാം വാക്യം, 20-ാം വാക്യം, 24-ാം വാക്യം. Were you a Jew, male, free when you were called? നീ യഹൂദനാണോ, പുരുഷനാണോ, സ്വതന്ത്രനാണോ, നീ അങ്ങനെ വിളിക്കപ്പെട്ടുവോ? Were you a Gentile, a female or a slave when God called you? അല്ലെങ്കിൽ ഒരു ജാതീയനാണ്, ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു അടിമയാണ് നീ വിളിക്കപ്പെട്ടപ്പോഴെങ്കിൽ, Paul says remain in that status. പൗലോസ് പറയുകയാണ്, അങ്ങനെ തന്നെ തുടരുക. God did not look at your status when he called you. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ എന്തായിരിക്കുന്നു എന്നത് നോക്കിയല്ല വിളിച്ചത്. Irrespective of who you are in human society, God chose you and called you. മനുഷ്യ സമൂഹത്തിനകത്ത് നിന്റെ അവസ്ഥ എന്താണെന്ന് പരിഗണിക്കാതെ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുകയാണ്. Then he writes a very revolutionary statement in verses 18 and 19. 18-19 വാക്യങ്ങൾ വളരെ വിപ്ലവകരമായ 2 പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തുന്നത്. If you are a Jew, നിങ്ങൾ ഒരു യഹൂദനാണെങ്കിൽ don't try to become a Gentile. ഒരു ജാതിയാകാൻ പരിശ്രമിക്കരുത്. If you were a Gentile, നീ ഒരു ജാതിയനാണെങ്കിൽ don't try to become a Jew. ഒരു യഹൂദനാകാൻ പരിശ്രമിക്കരുത്. In the ancient world, Paul's time, people went to public baths and there they went with their naked, birthday suit. ആ പൗലോസിന്റെ കാലഘട്ടങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ അവർ കുളിക്കാൻ പോവുകയും അവർ വസ്ത്രമില്ലാത്തവരായി തന്നെ. Yes, that is how it used to be in the military training colleges and all, so something like that. മിലിറ്ററി കോളേജ് ട്രെയിനിങ് ഒക്കെ നടക്കുന്ന സ്ഥലത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. So it was very easy for the majority non-Jewish world to know who was a Jew and who was not a Jew. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന്
പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നീ യഹൂദനാണോ അല്ലയോ എന്നുള്ളത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. And in their athletic competitions, usually people ran with zero clothing. അന്നത്തെ അത്ലറ്റിക് മത്സരങ്ങളിൽ ഒരു വസ്ത്രം പോലും ധരിക്കാതെയാണ് ആളുകൾ ഓടിയിരുന്നത്. So some of the Jews, to be accepted by their contemporaries or social peers, they tried some surgical measures to avoid their Jewish mark on their male sex organ. അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള സമൂഹത്തിന്റെ അംഗീകാരം നേടാനും അവരുടെ ഇടയിൽ നിൽക്കാനും വേണ്ടി യഹൂദന്മാര് ചില ശസ്ത്രക്രിയാപരമായ മാറ്റങ്ങൾ തങ്ങളുടെ ശരീരത്തിൽ വരുത്താൻ ശ്രമിച്ചിരുന്നു. Paul says, no, don't be bothered with that. പൗലോസ് പറഞ്ഞില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. In Christ, neither Jew nor Gentile it doesn't matter. ക്രിസ്തുവിൽ നീ യഹൂദനാണോ ജാതീയനാണോ അതൊരു വിഷയമല്ല. Circumcision and uncircumcision doesn't matter. പരിച്ഛേദനയും അഗ്രചർമ്മവും ഒരു കാര്യമല്ല. What matters is doing God's will. എന്താണ് അതിനകത്ത് കാര്യമാകുന്നത്? നീ ദൈവത്തിന്റെ ഇഷ്ടമാണോ നിവർത്തിക്കുന്നത്? What matters is faith expressing itself in love. നിന്റെ ജീവിതത്തിൽ സ്നേഹത്തിലൂടെ വിശ്വാസത്തെ പ്രദർശിപ്പിക്കാൻ നിനക്ക് കഴിയുന്നുവോ എന്നതാണ്. What matters is new creation. പുതിയ സൃഷ്ടിയാണ് കാര്യം. It's not these Jewish trademarks that matters. യഹൂദന്റെ ശരീരത്തിന്റെ അടയാളം അല്ല വിഷയം. In the Lord, this status doesn't matter. കർത്താവിൽ ഈ പദവികളൊന്നും തന്നെ ഒരു വിഷയമല്ല. Slave or free, ദാസനോ സ്വതന്ത്രനോ, Paul says, don't worry about it. നീ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. But if you can purchase your freedom somehow, by all means get it. എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം ലഭ്യമാകാൻ കഴിയുമെങ്കിൽ അവനെ ലഭ്യമാക്കുക. But if you are free, don't enslave yourselves to anybody else. നീ സ്വതന്ത്രനാണെങ്കിൽ മറ്റൊന്നിനും നിന്നെ അടിമപ്പെടുത്തരുത്. Remain in the state in which God has called you. ദൈവം നിന്നെ വിളിച്ച അവസ്ഥയിൽ തന്നെ തുടരുക. So if you for some reason cannot find a spouse, ഏതെങ്കിലും കാരണത്താൽ ഒരു പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ, you know, I have so many friends who have not been married because they couldn't find a right spouse. എനിക്ക് ഒരു നല്ല പങ്കാളിയെ കിട്ടാത്തത് കൊണ്ട് വിവാഹം കഴിക്കാത്ത ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. You know, that is very true of, once upon a time it was very true of some of the ladies who came to know the Lord from Northeast India. ഒരു കാലഘട്ടത്തിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞു വരുന്ന സ്ത്രീകൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. Because of the particular political social situation there, educated young believers, lady believers found it very hard to find a compatible spouse. അവരുടെ സാമൂഹിക രാഷ്ട്രീയ മതപരമായ സാഹചര്യങ്ങൾ നിമിത്തം, അവരുടെ ദേശത്തിൻ്റെ സമൂഹ അവസ്ഥകൾ നിമിത്തം വിദ്യാഭ്യാസം ചെയ്ത രക്ഷിക്കപ്പെട്ട യൗവനക്കാരികൾക്ക് അതിന് അനുയോജ്യമായ വരന്മാരെ ലഭിക്കുന്നത് കഠിനമായ കാര്യമായിരുന്നു. So at that time, how did they survive? ആ കാലഘട്ടത്തിൽ എങ്ങനെയാ അവര് മുന്നോട്ട് പോയത്? They were satisfied with the state in which God called them and did not count themselves inferior to some married people. ദൈവം അവരെ എങ്ങനെ വിളിച്ചുവോ ആ വിളിയിൽ അവർ തൃപ്തരായിരുന്നു. അവർ ഒരിക്കലും വിവാഹിതരുമായിട്ട് തങ്ങളെ തന്നെ താരതമ്യപ്പെടുത്തിട്ട് അയ്യോ നമ്മൾ അവരെ പോലെ അല്ലല്ലോ എന്നുള്ള ചിന്തയിൽ അവരൊരിക്കലും നിന്നിട്ടില്ല. So, having looked at this passage, ആ പാസേജിനെ ഖണ്ഡികയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, let me summarize like this. ഞാൻ അവനെ ഇങ്ങനെ ചുരുക്കി പറയാം. Paul has great value for marriage which Jesus God created and Jesus honored. ദൈവം സൃഷ്ടിക്കുകയും യേശു മാനിക്കുകയും ചെയ്തു എന്നുള്ള നിലയിൽ വിവാഹത്തെ സംബന്ധിച്ച് പൗലോസിന് വളരെ നല്ല ഉൾക്കാഴ്ചയുണ്ട്. അദ്ദേഹം അത് മാനിച്ചു. He wanted people to honor their marital commitments to each other. തമ്മിൽ വിവാഹ ഉടമ്പടികളെ ബഹുമാനിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. For Paul, marital commitment was therefore one of mutuality, accountability, love and loyalty lifelong. വിവാഹബന്ധത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞത് അത് പരസ്പര ധാരണയാണ്, പരസ്പര സ്നേഹ സമർപ്പണമാണ്, പരസ്പര വിധേയത്വമാണ്, പരസ്പരമുള്ളൊരു ഉടമ്പടിയാണ്. But marriage brings certain challenges. എന്നാൽ വിവാഹം ചില പ്രത്യേകമായ വെല്ലുവിളികളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. We have to please the Lord and our partner. നമ്മുടെ ദൈവത്തെയും നമ്മുടെ പങ്കാളിയെയും ഒരുപോലെ നമ്മൾ പ്രസാദിപ്പിക്കേണ്ടി വരും. That is kingdom business.
അതൊരു ദൈവരാജ്യ സംബന്ധമായ വ്യാപാരമാണ്. There are sexual responsibilities in marriage. We need to fulfill it. That is kingdom life. വിവാഹത്തിന്റെ അകത്ത് ലൈംഗികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് പൂർത്തിയാക്കേണ്ടതാണ്. അത് ദൈവരാജ്യത്തിന്റെ സംവിധാനമാണ്. But Paul had a preference for singleness. എന്നാൽ പൗലോസ് ഏകനായി തുടരുന്നതാണ് പരിഗണിച്ചത്. But for Paul it was this: if you get married, you are not sinning. പൗലോസ് എന്ന് പറയുക, പൗലോസിന്റെ വീഴ്ചയാണ്. പക്ഷെ അദ്ദേഹം പറയുക, നിങ്ങൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ദോഷമുള്ള കാര്യമല്ല. And if you can't have self-control, by all means get married. നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ലയോ, വിവാഹം കഴിച്ചേ മതിയാകൂ. So he endorsed marriage while he had a leaning towards singleness. അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുന്നതിനുമായിട്ട് അദ്ദേഹം ഒത്തുപോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിവാഹം കഴിക്കാൻ അദ്ദേഹം സമ്മതിക്കുകയാണ്. Now let me quickly run through some pastoral difficulties which have come because of this writing. ഈ എഴുത്തുകൾ നിമിത്തം പാസ്റ്റർമാർക്കുണ്ടായ പ്രതിസന്ധികളുടെ ചില വിഷയങ്ങളിലേക്ക് ഞാൻ വരികയാണ്. Is Paul laying the foundation for later ministerial or clerical celibacy? അതായത് പിന്നീട് ഈ കാര്യങ്ങൾ ശുശ്രൂഷപരമായ സെലിബസികളിലേക്ക് നയിക്കത്തക്ക വിധമുള്ള നിർദ്ദേശങ്ങളാണോ പൗലോസ് നൽകുന്നത്? If you look at the history, you will say no. They may have contributed, but celibacy did not become a universal practice or condition for ordination. അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ അനുവദിച്ചുവെങ്കിലും വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യത്വം എന്ന് പറയുന്നത് ഒരു നിയോഗത്തിന്, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടാൻ ഒരു അടിസ്ഥാന യോഗ്യത അല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. Find that early on the monastic movement developed. ആ കാലഘട്ടങ്ങളിലാണ് ഈ സന്യാസി സമൂഹങ്ങൾ വിശാലത പ്രാപിച്ചത്. And with those who wanted to join a monastic movement had to remain single. ഒരു സന്യാസി സമൂഹവുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം വിവാഹം കഴിക്കാൻ പാടില്ല. The first ever recorded church decision that pastors should be celibates comes in the beginning of the in the end of the 4th century in Spain, in a particular diocesan area. 4-ാം നൂറ്റാണ്ടിലെ അവസാന ഭാഗത്ത് സ്പെയിനിലാണ് ആദ്യമായിട്ട് ഒരുവൻ പാസ്റ്റർ ആകണമെങ്കിൽ ബ്രഹ്മചര്യത്വം ആവശ്യമാണ്, വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വന്നത്. അതൊരു പ്രത്യേക സംഘടനയ്ക്കകത്താണ്. It is in the 12th century that the Roman Catholic Church promoted clerical celibacy. എന്നാൽ 12-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ കത്തോലിക്ക സഭയാണ് പുരോഹിതന്മാർ ബ്രഹ്മചര്യത്വം വരിക്കണമെന്നുള്ളത് പ്രൊമോട്ട് ചെയ്തത്. What am I saying? ഞാൻ എന്താണ് പറയുന്നത്? The church has, for almost half of its existence, has not had the concept of compulsory priestly celibacy. സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ശുശ്രൂഷകന്മാർ വിവാഹം കഴിക്കാതിരിക്കണം എന്നുള്ള ചട്ടത്തിന്റെ നിർബന്ധപൂർവമായ നടപ്പിക്കലില്ലാതെയാണ് നടന്നു വന്നത്. It's only from 12th century it emerges. 12-ാം നൂറ്റാണ്ടിലാണ് അത് മുന്നോട്ട് വരുന്നത്. Why did they do that? എന്തുകൊണ്ട് അവരത് ചെയ്തു? Because by the time the priests had become very corrupt. എന്നാൽ ആ കാലഘട്ടത്തേക്ക് പുരോഹിതന്മാർ വളരെയധികം അഴിമതി നിറഞ്ഞവരായി മാറി. They would transfer the right of priesthood to their own children. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ശുശ്രൂഷ അധികാരം കൈമാറുന്ന പരമാധികാരികളായിട്ട് അവർ മാറി. അവർക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്ക് ശുശ്രൂഷ കൈമാറി. The church and its property began to be transferred to the family members of the priests. കുടുംബാംഗങ്ങൾ, പുരോഹിതന്റെ കുടുംബാംഗങ്ങൾക്ക് സഭയും അതിനോടനുബന്ധിച്ച വസ്തുവകകളും കിട്ടത്തക്ക വിധത്തിൽ അവർ ക്രമീകരണങ്ങൾ ചെയ്യാൻ തുടങ്ങി. And I promise you, I am not speaking about 21st century Kerala churches, okay? ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, 21-ാം നൂറ്റാണ്ടിലെ കേരള സഭയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. If there is any likeness that you see in your denomination, Idicheria is not responsible, they are responsible. നിങ്ങൾ നിൽക്കുന്ന സഭയിലോ സംഘടനയിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇടിച്ചെറിയ അതിന് ഉത്തരവാദിയല്ല. They are responsible. I am telling you church history. അവര് ഉത്തരവാദികളാണെങ്കിൽ ഞാൻ സഭാ ചരിത്രമാണ് പറയുന്നത്. Therefore, celibacy was brought in as a discipline to prevent the abuse of the wealth of the church and to prevent nepotism within the church. അതുകൊണ്ട് ഈ ബ്രഹ്മചര്യത്വം ശുശ്രൂഷകന്മാർക്ക് നിർബന്ധമാക്കിയതിന്റെ പിന്നിൽ സഭയും അതിനോടനുബന്ധിച്ച വസ്തുക്കളും സൂക്ഷിക്കുക എന്നുള്ള കാര്യത്തിനാണ് അത് നിർബന്ധമാക്കിയത്. Even as late as 1983,
1983 In 83, Saint Paul, John Paul II issued a cyclical on it, which says it's not a dogma, it is only a discipline of the church. ഇത് ഒരു കൽപ്പനയല്ല, നിർബന്ധിതമായ കൽപ്പനയല്ല, ഇതൊരു അച്ചടക്കത്തിന്റെ ഭാഗമാണെന്ന് 1983 ജോൺ പോൾ രണ്ടാമൻ ഒരു പ്രഖ്യാപനം നടത്തി. When we read about all the scams about child abuse and that abuse in the worldwide church, I would like to tell my dearly beloved brothers in every other church, please read Paul. Getting married may be a way to prevent all these abuses. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കേൾക്കുന്ന പൗരോഹിത്യ മേഖലയിൽ നിന്നുള്ള കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തുക, സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് മറ്റ് സഭകളിലുള്ള അഭിഷിക്തന്മാരോട് എനിക്ക് പറയാനുള്ളത്, ദയവായി പൗലോസിന്റെ ലേഖനത്തെ ഒന്നുകൂടെ നന്നായി പഠിക്കുക എന്നുള്ളതാണ്. It is a Protestant Reformation. ഇതൊരു പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനമാണ്. In the Protestant Reformation, married priesthood was promoted. പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനത്തിൽ പുരോഹിതന്മാർക്ക് വിവാഹം കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. Okay, Jesus taught the permanence of marriage. യേശുക്രിസ്തു വിവാഹത്തിന്റെ ശാശ്വത നിലനിൽപ്പിനെ കുറിച്ച് പഠിപ്പിച്ചു. But he said porneia or faithlessness is an exception for the permanence of marriage. എന്നാൽ ഈ വിവാഹത്തിന്റെ ശാശ്വതമായ നിലനിൽപ്പിൽ നിന്നൊരു ഒഴിവ് കഴിവുകൊണ്ട് രണ്ട് കാരണങ്ങളാൽ, ഒന്ന് പരസംഗം നിമിത്തമോ അല്ലെങ്കിൽ ആ ദുർനടപ്പ് നിമിത്തമോ ആ വിവാഹത്തിൽ നിന്ന് ഒഴിവാകാം. So if there is a third party in a marriage, then that covenant is already broken. വിവാഹ ബന്ധങ്ങൾക്കകത്ത് മൂന്നാമതൊരാൾ പ്രവേശിക്കുമ്പോൾ ആ ഉടമ്പടി അവിടെ ലംഘിക്കപ്പെടുകയാണ്. And then Paul brings further additions. പൗലോസ് വേറൊരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. If there is an abandonment, a believer is abandoned and the other spouse runs away. അവിടെ ഒരു ഉപേക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. പങ്കാളി അവരെ ഉപേക്ഷിച്ചിട്ട് വിട്ടുപോയാൽ, and that therefore in that mixed marriage situation, the case of abandonment releases the person left out. ഈ രക്ഷിക്കപ്പെട്ടയാളും രക്ഷിക്കപ്പെടാത്തയാളുമായിട്ടുള്ള വിവാഹ ബന്ധത്തിനകത്ത് രക്ഷിക്കപ്പെടാത്തയാള് ആ പങ്കാളിയെ വിട്ടിട്ട് ഓടിപ്പോയാൽ, then I begin to wonder if God has called us to peace, love, loyalty and justice. സ്നേഹത്തിനും സമാധാനത്തിനും വിധേയത്വത്തിനും നീതിക്കുമായി കർത്താവ് നമ്മളെ വിളിച്ചെങ്കിൽ, does marriage permanence promote institutionalized domestic violence? ഈ വിവാഹത്തിന്റെ ശാശ്വതമായ നിലനിൽപ്പ് ഈ ഗാർഹിക പീഡനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. Or does it offer protection to the vulnerable person? അല്ലെങ്കിൽ ആ ദുർബലനായ വ്യക്തിക്ക് എന്ത് സുരക്ഷിതത്വമാണ് അവിടെ നമുക്ക് നൽകാൻ കഴിയുന്നത്? This is not a justification for divorcing your partner to marry somebody else. ആരെങ്കിലും ഒരാളെ മറ്റാരെങ്കിലും വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങളെ വിവാഹബന്ധം വേർപെടുത്താൻ ന്യായീകരിക്കുന്നതല്ല ഇത്. But I am asking a pastoral question of the discipline of divorce, where somebody finds that there is greater threat to life within this evil propagating structure than in singleness. ഞാൻ അതിന് ഒഴിവൊഴിവുക പറയുന്നതല്ല, പക്ഷേ വിവാഹം ആ ബന്ധമെന്ന ആ ഘടനയ്ക്കകത്ത് നിൽക്കുന്ന ഒരാൾക്ക് ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഒരു പീഡനമുണ്ടെങ്കിൽ, and this is increasingly reported these days. ഈ ദിവസങ്ങളിൽ അത് ഓരോ ദിവസവും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. So while we are committed to what the Lord taught and gifted us, കർത്താവ് നമുക്ക് നൽകിയതിനോട്, കർത്താവ് നമ്മളെ പഠിപ്പിച്ചതിനോട് നമ്മൾ സമർപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ, വിധേയത്വരായിരിക്കുമ്പോൾ, we need to understand Jesus was not standing taking sides with the violent and the oppressive and the faithless and the non-committed. He was not taking their side. ഈ അവിശ്വസ്തന്മാരും പീഡിപ്പിക്കുന്നവരും സമാധാനം കൊടുക്കാത്തവരും ഭാര്യയെ അല്ലെങ്കിൽ പങ്കാളിയെ നേരെ ചൊവ്വേ നോക്കാത്തവരും ഉപദ്രവിക്കുന്നവരുടെയും വശത്ത് നിന്നുകൊണ്ട് യേശു സംസാരിച്ചു എന്ന് നിങ്ങൾ ധരിക്കരുത്. He is a God of peace. He is a Prince of Peace. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്, സമാധാനത്തിന്റെ ദൈവമാണ്. He is a forgiving reconciler, but he will not abandon the abused and the vulnerable. അവൻ ക്ഷമിക്കുന്നവനാണ്, നിരപ്പ് നൽകുന്നവനാണ്, അപ്പോൾ തന്നെ പീഡിപ്പിക്കപ്പെട്ടവരെ ഉപേക്ഷിക്കുന്നവനുമല്ല. So what do we do?
നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? The church has a great pastoral responsibility. സഭയ്ക്കകത്തൊരു ശുശ്രൂഷപരമായ ഒരു വലിയ ഇടയന്റെ ഉത്തരവാദിത്വമുണ്ട്. First of all, I would say prevent teenage marriages. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, കൗമാരപ്രായത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള വിവാഹങ്ങളെ തടയുക. You see, people have to be prepared for that. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കുഞ്ഞുങ്ങൾ അതിനു വേണ്ടി ഒരുക്കപ്പെടണം. In your Sunday school youth classes, you need to prepare people to take the responsibility of marriage life. നിങ്ങളുടെ സൺഡേ സ്കൂളുകളിൽ, യൂത്ത് മീറ്റിങ്ങുകളിൽ കുഞ്ഞുങ്ങളെ വിവാഹ ബന്ധത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നിലയിൽ അവരെ ഇപ്പോൾ തന്നെ തയ്യാറാക്കുക. You know, some of our marriage, നമ്മുടെ ചില വിവാഹങ്ങളിൽ the boy came from America on Monday. പയ്യൻ തിങ്കളാഴ്ച രാവിലെ അമേരിക്കയിൽ നിന്ന് വരും. On his way from Trivandrum airport, he stopped by a hotel, washed his face, changed his clothes, and saw the girl in Chatanur. കുട്ടി ചാത്തന്നൂരിലായതുകൊണ്ട് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങി വാഷ്റൂമിൽ കയറി മുഖമൊക്കെ കഴുകി വൃത്തിയായി ഡ്രസ് ചേഞ്ച് ചെയ്യും. And then after visiting the Chatanur one, he had two more appointments, one in Alleppey and another in Tiruvalla. ചാത്തന്നൂരിൽ വരുന്നതിന് മുമ്പ് അതിനുശേഷം രണ്ട് വേറെയും അപ്പോയിന്റ്മെന്റ് ഉണ്ട്, തിരുവല്ലയിലും മറ്റൊരു സ്ഥലത്തും. And by the time he came to his hometown Perimbatti, his uncle had physically brought another girl from Australia and presented. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അങ്കിളുടെ വീട്ടിലെത്തിയപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു കുട്ടി അങ്കിൾ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. So what does he choose? ഏതിനെയാണ് പുള്ളി തെരഞ്ഞെടുക്കുന്നത്? If it was only two, he could have tossed a coin. രണ്ടുപേര് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ടോസ് ചെയ്തെങ്കിലും നോക്കാമായിരുന്നു. And then a prophet comes. അപ്പോഴാണ് ഒരു പ്രവാചകൻ രംഗപ്രവേശം ചെയ്യുന്നത്. And prophet says Sydney, Australia. പ്രവാചകൻ പറയുകയാണ്, സിഡ്നിയെ ഞാൻ കാണുന്നു. So on Wednesday they get engaged. ബുധനാഴ്ച അവര് എൻഗേജ്മെന്റ് നടത്തുന്നു. Saturday they get married. ശനിയാഴ്ച വിവാഹിതരാകുന്നു. And Monday Sydney goes back to Sydney. തിങ്കളാഴ്ച സിഡ്നിയിലേക്ക് തിരിച്ചു പോകുന്നു. Exodus don't solemnize such Monday Saturday kalyanams. എക്സോഡസ് സഭയെ ദയവായി തിങ്കളാഴ്ച കൊണ്ട് തുടങ്ങി ശനിയാഴ്ച തീരുന്ന വിവാഹങ്ങൾ നിങ്ങൾ നടത്തരുത്. Prepare people. ജനങ്ങളെ തയ്യാറാക്കുക. There has to be premarital teaching for people to be prepared for marriage. വിവാഹത്തിന് മുൻപുള്ള ക്ലാസുകൾ, വിവാഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. And then understand, these are not two perfect people who get married, they are two imperfect people who are coming to this covenant. മറ്റൊന്ന് തിരിച്ചറിയണം, ഈ വിവാഹം കഴിക്കുന്ന രണ്ടുപേരും തികഞ്ഞവരല്ല, അനേകം കുറവുകളുള്ള രണ്ടുപേരാണ് ഒന്നായി ജീവിക്കാൻ തീരുമാനിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. You know, once I solemnized a wedding, and my colleague Dr. A.B. Peter was asked to give away the wedding certificate. You know, in our church we have to include everybody, no? ഒരിക്കൽ ഒരു വിവാഹ ശുശ്രൂഷ ഞാൻ നടത്തുകയായിരുന്നു. എൻ്റെ സുഹൃത്ത് ഡോക്ടർ എബി ആ വിവാഹ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു. So no, he was asked to do that. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു അതിന്. No. The family had put him in the program. Okay. So when my friend came, he made a very wise statement. He's a very wise man. ഒരു വലിയ ഒരു പ്രസ്താവന നടത്തി. He says, every year I issue certificates to students who complete their 3 or 4 years of studies. എല്ലാ വർഷവും 3-4 വർഷത്തെ വിദ്യാഭ്യാസം പൂർണ്ണമാക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഞാൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്. And marriage is the only time when I issue a certificate to people who begin a set of studies. വിവാഹ ദിവസം മാത്രമാണ് പഠിക്കാൻ തുടങ്ങുന്ന പിള്ളേർക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. Well, we need to prepare our young people. അതെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കേണ്ടതുണ്ട്. Even after they are married, we need to train them. They should have seasonal marriage refresher retreats. അതുപോലെ വിവാഹത്തിന് ശേഷവും അവരെ നമ്മൾ പരിപാലിക്കണം, അവരെ പരിശീലിപ്പിക്കണം. ഓരോരോ കാലഘട്ടങ്ങളിലും സാഹചര്യങ്ങളെ നേരിടാനുള്ള അഭ്യാസം അവർക്ക് കൊടുക്കണം. Let me tell you, every marriage has some area of hurt in it. Every marriage has some area of hurt in it. എല്ലാ വിവാഹ ബന്ധങ്ങൾക്കകത്തും മുറിവുകൾ ഉണ്ടാകുന്ന ചില മേഖലകളുണ്ട്. Therefore, we have a responsibility to be understanding and to be a healing community to people whose marriages are hurting. വിവാഹത്തിന്റെ ബന്ധങ്ങൾക്കകത്ത് മുറിവുകൾ ഉണ്ടാകുന്ന കുടുംബങ്ങളെ മനസ്സിലാക്കാനും അവരെ സൗഖ്യമാക്കാനും കഴിയുന്ന ഒരു ശുശ്രൂഷ സഭ എന്ന നിലയിൽ നമുക്ക് ആവശ്യമാണ്. We need to walk alongside people.
നമ്മുടെ ആ വശങ്ങളിൽ മാറിപ്പോയ ആളുകളുമായിട്ട് നമ്മൾ We നടക്കേണ്ടതുണ്ട്. have to fast and pray for them as if they are our own sons and daughters. അവർ നമ്മുടെ സ്വന്തം മക്കളാണ്. അവർക്ക് വേണ്ടി നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും The ചെയ്യേണ്ടതാണ്. challenges these young people face are far beyond what you and I have faced in our ഞാനും life. നിങ്ങളും നേരിട്ട പ്രശ്നങ്ങളെക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ അടുത്ത തലമുറ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന So പ്രശ്നങ്ങൾ. we need to pray for families that they will remain healthy and happy and peaceful and loyal and committed to one another. അതുകൊണ്ട് നാം കുടുംബങ്ങൾക്ക് വേണ്ടി അവർ സമാധാനത്തിൽ തുടരേണ്ടതിന്, പരസ്പര സമ്മതത്തിൽ തുടരേണ്ടതിന്, വിശ്വാസത്തിൽ തുടരേണ്ടതിന്, സ്നേഹത്തിൽ തുടരേണ്ടതിന്, ഉടമ്പടിയിൽ തുടരേണ്ടതിന് അവർക്ക് വേണ്ടി And പ്രാർത്ഥിക്കേണ്ടതുണ്ട്. last but not the least, ഏറ്റവും അവസാനം, പക്ഷെ ഒട്ടും കുറഞ്ഞതല്ല, please ദയവായി don't think that a single person is less than a married person. ഈ ഒറ്റയ്ക്കുള്ള ഒരാള് വിവാഹം കഴിച്ച ആളെക്കാളും കുറഞ്ഞ ആളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. How old are you? എത്ര വയസ്സുണ്ട്? 44. 44. Single or married? വിവാഹിതനാണോ അല്ലയോ? Single. വിവാഹിതനല്ല. We need to have a change of perspective. ആ കാഴ്ചപ്പാടിന് നമുക്ക് മാറ്റം ഉണ്ടാകണം. Their life is not any less than your life. നിങ്ങളുടെ ജീവിതത്തെക്കാൾ ഒട്ടും കുറഞ്ഞതല്ല അവരുടെ ലൈഫ്. We need to honor singleness in our community. നമ്മുടെ സമൂഹത്തിനകത്ത് ഏകാന്തത, ഒറ്റയ്ക്കുള്ള ജീവിതത്തെ നമ്മൾ മാനിച്ചേ മതിയാകും. I am not giving you license to say that because Pastor Idi said I don't want marriage. I am not saying that. ഞാൻ പാസ്റ്റർ ഇടിച്ചറിയാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയാനുള്ള ലൈസൻസ് അല്ല ഞാൻ തരുന്നത്. Is that your calling? നിങ്ങളുടെ വിളി അതാണോ? If that is your calling, നിങ്ങളുടെ വിളി അതാണെങ്കിൽ, if that is your gifting, അത് നിങ്ങളുടെ ദാനമാണെങ്കിൽ, and that is where the Spirit is directing you, അവിടെയാണ് ആത്മാവ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ, with all humility accept your calling and your gifting. എല്ലാ താഴ്മയോടും കൂടെ ദൈവത്തിന്റെ ആ ദാനത്തെ, ആ വിളിയെ നിങ്ങൾ മാനിക്കുക, If that is അംഗീകരിക്കുക. not your calling, if that is not your calling, അത് നിങ്ങളുടെ വിളി അല്ലെങ്കിൽ, we will pray that God leads you to the right person. ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളെ ശരിയായ ആളിലേക്ക് കർത്താവ് ലീഡ് ചെയ്യട്ടെ. May God's Holy Spirit teach you this difficult passage, 1 Corinthians chapter 7. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ കഠിനമേറിയ അധ്യായം, 7-ാം അധ്യായം പഠിപ്പിക്കുവാൻ ഇടയാകട്ടെ. God bless you. Thank you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.